എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1449 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. ഇതിനോടകം വളരെ വിചിത്രമായ നല്ല അറിവ് തരുന്നതായ പല ക്ലാസ്സുകളും സാറ് നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് MD MRCP UK, ABIMS USA, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് USA, അമേരിക്കയിലെ പ്രൈമറി കെയർ ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റായി 1994 മുതൽ ജോലി ചെയ്യുന്നു. 45 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുള്ള വ്യക്തിത്വം. വിവിധ ടെലിവിഷൻ ചാനലുകളിലും പ്രിന്റ് മാധ്യമങ്ങളിലും വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുമുള്ള വ്യക്തിത്വമാണ്. ഇന്ന് നമുക്ക് വ്യാജ വിവരം എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ, ക്ലാസ് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് എവരിബഡി. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. ഗുഡ് ഈവനിങ്. I thank Dr. Danesh for inviting me to give a talk in this platform. This will be an interactive session, but the interaction will be taken through the chat box. എന്റെ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചോദ്യം, ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. ഡ്യൂറിങ് ദി പ്രസന്റേഷൻ ഞാൻ നിങ്ങളുടെ എനിക്ക് ഫീഡ്ബാക്ക് വേണം കണ്ടിന്യൂസ് ആയിട്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സിമ്പിളാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് ആ കീബോർഡിൽ ഒരൊറ്റ ആൽഫബറ്റ് മാത്രം പ്രസ് ചെയ്താൽ മതി. ഞാനിപ്പോ ചോദിക്കും യെസ് ഓർ നോ, അപ്പൊ ഒന്നിൽ വൈ അല്ലെങ്കിൽ എൻ, എഗ്രി ഓർ ഡിസഗ്രി, ഒന്നിൽ എ അല്ലെങ്കിൽ ഡി. ഇതിൽ ഞാൻ മാത്രം സംസാരിച്ചു വെക്കഴിഞ്ഞാല് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകത്തില്ല. ഇനി മുൻപ് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ അപ്രോച്ചിലോട്ട് മാറിയത്. ടോക്കെല്ലാം കഴിഞ്ഞ ശേഷം ചിലർ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും, ആ ഡോക്ടർ ദാറ്റ് വൺ ഞങ്ങൾക്ക് മനസ്സിലായില്ല, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ. അപ്പൊ എത്ര വേസ്റ്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ച് അയാൾ കഥ എഴുതുക എന്ന സിനിമയിൽ മോഹൻലാൽ ആ കാറിൽ നിന്ന് പറയും, ചോദിച്ചു പോവാം കേട്ടോ. അങ്ങനെ ആ ചോദിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഇയാൾക്ക് എന്താണ്, ഇയാൾക്ക് തലയ്ക്ക് തന്നെ വട്ടാണ്, അങ്ങനെ കൂടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇല്ല, 10 പേരിൽ ഒരു 2-3 പേർക്കെങ്കിലും ചിലപ്പം അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു ചാറ്റ് ബോക്സിൽ ഒന്ന് വയ്യട്ടെ. ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നെന്നുള്ള അതിന്റെ കാരണം പറഞ്ഞത് മനസ്സിലായെങ്കിൽ ചാറ്റ് ബോക്സിൽ വൈ. ഓക്കെ, താങ്ക് യു പ്രതാപ് ജി. ഓക്കെ നിഷിജി. അതുകൊണ്ടാണ്, അതല്ലാതെ ആരെയും ഇൻസൾട്ട് ചെയ്യാനല്ല. നമുക്കുള്ള ഏറ്റവും പ്രശ്നം നല്ലൊരു ശതമാനം ആൾക്കാർക്കുണ്ടല്ലോ, എസ്പെഷ്യലി എല്ലാവർക്കും കാണണമെങ്കിലും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മലയാളികൾക്കാണ്. ഞാൻ ഒരു പക്ക മലയാളിയാണ് കേട്ടോ. പേര് റെഡ്ഡിയാർ എന്ന് പറഞ്ഞു ഞാൻ മലയാളി അല്ലാതാകുന്നില്ല, കംപ്ലീറ്റ് മലയാളിയാണ്. മലയാളിക്കാണ് ഈ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് വളരെ കൂടുതലാണ്. ഇയാൾ നമ്മളെ കളിയാക്കാൻ വന്നിരിക്കുകയാണ്, ഇയാൾ ആരുവാ, ഒരു ജയതി ശ്രീകുമാർ പറയുന്ന പോലെ ഇയാൾ ആരുവാ എന്ന് പറഞ്ഞിങ്ങനെ ഇത് ചെയ്യും. അതുകൊണ്ട് ഞാൻ എല്ലാം നയം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. ഇന്നത്തെ ടോപ്പിക് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ. എന്റെ സ്ലൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു. Can you see this slide? Okay. Bogus information, വ്യാജ വിവരം. എന്റെ ഓൺ മിഷൻ സ്റ്റേറ്റ്മെന്റ്, my mission is to boost the holistic health. Holistic health എന്ന് പറഞ്ഞാൽ physical health, mental health and emotional health.
of the public through webinars by donating my time, knowledge and skills. ഇങ്ങനെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇടാൻ കാരണം ഞാൻ യൂട്യൂബറാണ്. കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് ഒരു 200ഓളം എന്റെ ടോക്സ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ചിലർ എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഒരു മാസം എത്ര രൂപ കിട്ടും ഈ യൂട്യൂബിൽ നിന്ന്? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പൈസ കിട്ടാ, വെറുതെയാണ് സമയം കളയുന്നത്. ഒരു മാസം യൂട്യൂബിൽ കൂടെ ഓരോരുത്തർ ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗോപിനാഥ് മുതുകാടിനൊക്കെ 3 ലക്ഷം 4 ലക്ഷം കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, ഐ ആം ഡൂയിങ് ദിസ് ആസ് എ പാർട്ട് ഓഫ് സർവീസ്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പർപ്പസ് ഓഫ് ഇന്നത്തെ ഈ ടോക്കിന്റെ പർപ്പസ്, നോ വാട്ട് ഈസ് ഇൻഫർമേഷൻ, നോ വാട്ട് ഈസ് മിസ്ഇൻഫർമേഷൻ, അതായത് ബോഗസ്. Know what is disinformation. Learn how to know the difference between true information and bogus information. അടുത്ത ചോദ്യം, മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, ഇത് തമ്മിലുള്ള ആ ഡിഫറൻസ് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാമോ? ദി ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു ഡോക്ടർ ജിൽബി. ആൻഡ് ഓക്കെ, നോ, ദാറ്റ്സ് ഗുഡ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. താങ്ക് യു. സോ മെനി പീപ്പിൾ ഹാവ് ആൻസേർഡ് നോ. ഐ എം നോട്ട് സർപ്രൈസ്ഡ്. മിക്കവർക്ക് ഡിഫറൻസ് അറിഞ്ഞുകൂടാ. ഇത് അറിയേണ്ട ആവശ്യമുണ്ട്. എന്റെ വെബിനാർസ് എല്ലാം ഓൾവേസ് ബേസ്ഡ് ഓൺ FEQT, ഫാക്ട്, experience most of the time എൻ്റെ ഓൺ പേഴ്സണൽ or പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ദെൻ കൊട്ടേഷൻസും ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ തോട്ട്സ്. bogus allegations, there are many books on bogus information, fake news. ഇനി അടുത്തൊരു ചോദ്യം. ഈ ഇരിക്കുന്നവർ ഇപ്പോഴത്തെ 72 പേരുണ്ട്. ഇതില് ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം പണ്ടുണ്ടായിരുന്നിരിക്കാം. എനിക്കറിയേണ്ടത് ഇപ്പോൾ കറന്റ്ലി ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉള്ളവർ എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആകാം, അല്ലെങ്കിൽ മലയാളം ന്യൂസ് പേപ്പർ ആകാം. ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് വൈ ഇടുക. ഒരാൾ 8 വൈ. എത്ര പേരുണ്ടെന്ന് അറിയണം. വേണുവലൻ നായർ, ഓക്കെ, 2. അടുത്തത് നോ. ഓക്കെ, ഡോണ്ട് ഫീൽ ബാഡ് സുരേഷ്, നോ. ഓക്കെ, നിങ്ങൾ നോ ആണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുന്നതാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ ലൈക്ക്. ഓണസ്റ്റി. രമാദേവി വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കാണുന്നത് ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ, ആൾമോസ്റ്റ് ഇപ്പൊ ഈ കണ്ടതിൽ തന്നെ ഒരു 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരും ന്യൂസ് പേപ്പർ വായിക്കാറില്ല. ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എസും പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതിനെ അസ്യൂം ചെയ്യുന്നത് ഞാൻ വായിക്കാറില്ല എന്നുള്ളത്. ഇനി ഈ ടോക്കിന്റെ പർപ്പസിനെ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാവും, മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിച്ചെന്നുള്ളത്. ഇൻഫർമേഷന്റെ ഡെഫിനിഷൻ: ഡേറ്റ ഓർ ഡീറ്റെയിൽസ് അബൌട്ട് സംബഡി ഓർ സംതിങ്. സോഴ്സ് കുഡ് ബി ഫ്രം എ പേഴ്സൺ, ബുക്ക് ഓർ മീഡിയ. ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് കുഡ് ബി ഫ്രം എ പേഴ്സൺ, ബുക്ക് ഓർ മീഡിയ. ഒരു ഉദാഹരണത്തിന്, ഞാനിങ്ങനെ ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജ്നിമാലി യാക്കലിനെ കാണുന്നു വഴി വെച്ച്. കണ്ട ഉടനെ അജ്നിമാലി യാക്കൽ പറയുന്നു, അതെ, എൻ്റെ മകൾ അടുത്ത ആഴ്ച അമേരിക്കയിലോട്ട് വരുന്നുണ്ട്. അവിടെ ഹാർവേഡിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി MBA ചെയ്യാനായിട്ട്. സോ ദാറ്റ് ഈസ് ഇൻഫർമേഷൻ. ആൻഡ് ഐ ഗോട്ട് ദാറ്റ് ഇൻഫർമേഷൻ ഫ്രം എ പേഴ്സൺ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാ പിടിച്ചോ ഡോക്ടർ ലതാ മനോഹരനെ കാണുന്നു. അവർ പറയുന്നു, ഡോക്ടറെ അറിഞ്ഞോ, ആ വയനാട്ടിലെ ആ ഡിസാസ്റ്ററിലെ ദുരിതാശ്വാസ സഹായമായിട്ട് 1200 കോടി വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് സെന്ററിനോട് ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ ദാറ്റ് ഇൻഫർമേഷൻ ഇസ് കമ്മിങ് ഫ്രം എ പേഴ്സൺ. അല്ലെങ്കിൽ ബുക്ക് ഓർ മാഗസിൻ. ഇതിൽ തന്നെ ഉള്ള ഡോക്ടേഴ്സ് അല്ലാത്തവരുണ്ട്. വേണുഗോപാലൻ നായർ, അദ്ദേഹം വന്നിട്ട്
ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഡോക്ടറെ ഞാനേ കഴിഞ്ഞ ആഴ്ചയില് ഈ ആരോഗ്യം മാഗസിൻ അത് വായിച്ചപ്പോ അതിൽ ഡയബറ്റീസിനെ കുറിച്ച് പിന്നെ എന്താ ചെയ്യണമെന്ന് പറയുന്നു. ആഹാരം ഇത് കഴിച്ചുകൂടാ, അത് കഴിച്ചുകൂടാ, ഇത് കഴിക്കാം, മറ്റേ മധുരക്കിഴങ്ങ് കഴിക്കാമെന്ന് പറയുന്നു. അത് ഡോക്ടർ എന്താ അഭിപ്രായം? അപ്പൊ അവിടെ ആ വേണുഗോപാലൻ നായർക്ക് കിട്ടിയ ആ ഇൻഫർമേഷൻ ഈസ് ഫ്രം എ മാഗസിൻ, സംടൈംസ് ഇറ്റ് മേ ബി ഫ്രം എ ബുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ മീഡിയ, ടി വിയിൽ കാണുന്നു, ടി വി ന്യൂസ്, ഏഷ്യാനെറ്റില്. അപ്പൊ ഇൻഫർമേഷൻ ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ആദ്യം തുടക്കത്തിൽ എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് തന്നെ. അപ്പൊ അതിന്റെ സോഴ്സ് ഇറ്റ് കുഡ് ബി ഫ്രം എ പേഴ്സൺ. ഓക്കെ, താങ്ക് യു ജിബി. ഇറ്റ് കുഡ് ബി ഫ്രം എ ബുക്ക്, ഇറ്റ് കുഡ് ബി ഫ്രം മീഡിയ. അപ്പൊ അങ്ങനെ ഈ 3 ഡിഫറെന്റ് സോഴ്സിൽ നിന്നും നമുക്ക് ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതല്ലാതെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. അതെന്തറിയോ? നമ്മുടെ ഈ 5 സെൻസസ് ഇൻഫർമേഷൻ ബ്രെയിനിന് കിട്ടുകയാണ്. ഞാനിപ്പോഴും വിന്റർ ടൈമിൽ ഇവിടെ നിന്ന് വെളിയിറങ്ങുമ്പോൾ അയ്യോ തണുപ്പ് കേട്ടോ. അതിങ്ങനെ അറിഞ്ഞത് അപ്പാർട്ട്മെന്റിന് വെളി ഇറങ്ങുമ്പോഴാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഇറങ്ങി എന്നാ പിടിച്ചോ 2 തുള്ളി വെള്ളം മഴ വീണു. അപ്പൊ മഴ റെയിനിങ്. അതിലെ നടക്കുന്നു നമ്മുടെ തട്ടുകടയുടെ മുമ്പിൽ കൂടെ, അവിടെ നാട്ടിലെ തട്ടുകടയുടെ മുമ്പിൽ കൂടെ നടക്കുമ്പോൾ നല്ല ചിക്കൻ എന്നാ പിടിച്ചോ അതിന്റെ മണം വരുന്നു അല്ലെ. അപ്പൊ ഇൻഫർമേഷൻ വന്നു, നല്ല ചിക്കൻ ഉണ്ട് അവിടെ തട്ടുകടയിൽ ഫ്രഷ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നോക്കുന്നു അവിടെ പഴംപൊരി കേട്ടോ, അല്ലെങ്കിൽ മറ്റേ ബനാന ചിപ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 സെൻസസിൽ കൂടെ വരുന്നത് ഇൻഫർമേഷൻ. ക്ലിയർ ആയല്ലോ? എവറിത്തിങ് ക്രിസ്റ്റൽ ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ CC ഇടണം. ഈ പറഞ്ഞെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ CC. ഓക്കെ, താങ്ക് യു വേണുഗോപാൽജി. ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, now comes misinformation. Misinformation is false or inaccurate information. Unintended എന്ന് ഉദ്ദേശിച്ചാൽ പറഞ്ഞാൽ മനഃപൂർവ്വം അല്ല, ബോധപൂർവം അല്ല. അത് ആ ഇൻഫർമേഷൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ദാറ്റ് കുഡ് മിസ്ലീഡ് ഓർ ഡിസീവ് പീപ്പിൾ. ഇന്നിപ്പോ കാണുന്നത് ഈ വാട്സാപ്പിൽ കൂടെയുള്ള സന്ദേശം മിക്കതും നിങ്ങളുടെ ഫ്രണ്ട് ഡോക്ടർ ലതാ മനോഹറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നു ഏതെങ്കിലും ഒരു ഇതിനെ കുറിച്ച്. ഉടനെ ലതാ മനോഹരൻ അത് വിശ്വസിക്കുമോ ഇല്ലയോ? വിശ്വസിക്കും. അമ്മേ റൈറ്റ്? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ലതാ മനോഹരൻ ചാറ്റ് ബോക്സിൽ. ദി മെസ്സേജ് ഇസ് കമ്മിങ് ഫ്രം യുവർ ക്ലോസ് ഫ്രണ്ട്. ഓക്കെ, സോ യു ട്രസ്റ്റ് ദാറ്റ് വൺ. യു ട്രസ്റ്റ്. ആൻഡ് വാട്ട് യു ഡു? ഓക്കെ, നല്ല ഇൻഫർമേഷൻ കറക്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഫോർവേഡ് ചെയ്യുന്നു. ലതാജി ഫോർവേഡ് ചെയ്യുന്നത് അടുത്ത ഒരു ഗീതാജിക്കായിരിക്കും. ഗീതാജിക്ക് കിട്ടുമ്പോൾ ലതാജി നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, അപ്പൊ ഇത് ശരിയായിരിക്കും, എന്നാ പിടിച്ചോ അടുത്തത്. അവരൊരു 10 പേർക്ക് അങ്ങനെയാണ് ഇത് വൈറലും സ്പൈറലും ഒക്കെ ആകുന്നത്. ആൻഡ് നെറ്റ് റിസൾട്ട് മിസ്ഇൻഫർമേഷൻ ആയിരിക്കാം. പക്ഷെ തുടങ്ങി ആരും അതിന് ഫാക്ട് ചെക്ക് ചെയ്യുന്നില്ല. ഇതിങ്ങനെ എല്ലാം കറങ്ങി വരികയാണ്. അതുകൊണ്ട് എത്ര ദോഷം വരും എന്നുള്ളത് കുറെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ മിസ്ഇൻഫർമേഷൻ ഉണ്ടാക്കുന്ന ഡാമേജ് അല്പസ്വല്പമൊന്നും അല്ല, പല രീതിയിലാണ് ഡാമേജ്. ആരോഗ്യം തകർക്കുന്നത്, നമ്മുടെ സ്വത്ത് വകകളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇതും വരുന്നത് എല്ലാം മിസ്ഇൻഫർമേഷൻ. അത് കഴിക്കുക, ഇത് കഴിക്കുക, ഇത് അസുഖം മാറും. എന്തിന്? ഒരു നടി, അവരുടെ പേര് സാമന്ത പ്രഭു, അവർ പറയാണ് ശ്വാസം മുട്ടൽ മറ്റേനൊക്കെ മറ്റേ ഹൈഡ്രജൻ പെറോക്സൈഡ് അത് നമ്മുടെ 8 ഇൻഹേലേഷൻ എടുത്താൽ മതിയെന്ന്. ഇങ്ങനെയുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. അവർ ഡോക്ടർ പോലും അല്ല, സിനിമാ നടിയാണ്. പക്ഷെ അവരുടെ അതും വൈറലായിട്ട് പോവാണ്. എന്തെങ്കിലും സെലിബ്രിറ്റി പറഞ്ഞാൽ വിശ്വസിക്കും. സെലിബ്രിറ്റി അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ വാങ്ങിക്കും.
ധോണി പറയുന്നു, എന്നാ പെപ്സി കുടിക്കുന്നു, ആ പിള്ളേർക്കെല്ലാം പെപ്സി വേണം. ഇതില് എൻഡോഴ്സ് ചെയ്യുന്ന ആളാരാണ്? എ സെലിബ്രിറ്റി. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചെയ്യട്ടെ. ഇറ്റ് ഈസ് റിയലി, ഇനി ഇത് മനസ്സിലാക്കുന്നില്ല, ഇതുണ്ടാക്കുന്ന റോയ് ചെയ്യും, ഇതുണ്ടാക്കുന്ന ഡാമേജ്. അതും ചെറുപ്പക്കാര് പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ വളർബിൾ ആകുന്നത്. കാരണം അവർക്ക് ചിന്തിക്കാൻ, അനലൈസ് ചെയ്യാനുള്ള കഴിവില്ല. അവർക്ക് ഷാരൂഖ് ഖാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർ വിരാട് കോഹ്ലി ഇഷ്ടമാണ്. പിന്നെ വിരാട് കോഹ്ലി എന്ത് പറഞ്ഞാലും ചെയ്യും. ഷാരൂഖ് ഖാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അനുകരിക്കും. ദാറ്റ് ഈസ് ദ ഡേഞ്ചർ. അവരെല്ലാം ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനാണ്. ആ കോഹ്ലി ഗീലിയും ഒന്നും തന്നെ ദിവസവും ഈ പെപ്സിയും കോക്കും ഒന്നല്ല കുടിക്കുന്നത്. അന്നത്തെ ആ സമയത്ത് ഷൂട്ടിങ്ങിന് എത്രയും കുടിച്ചേച്ച് പോകുമ്പോൾ ഒരു 10 കോടി രൂപ കൈ വെച്ച് കൊടുക്കും. അതുകൊണ്ട് അയാൾ പോയി. ഗരീസ്, നമ്മുടെ നടന്മാർ, ഞാൻ പേര് പറയാതെ തന്നെ മലയാളത്തിലുള്ള നടന്മാർ തന്നെ ഒരു 10ഉം 20ഉം ഇതിനെയാണ്, ബ്രാൻഡിനാണ് അവർ എൻഡോഴ്സ് ചെയ്യുന്നത്. അമിതാഭ് ബച്ചനാണ് ഒരുപാട് ബ്രാൻഡ്. പാൻ പരാഗ് മുതൽ, പാൻ പരാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അമിതാഭ് ബച്ചൻ അവരുടെ ഗ്രീഡാണ് അവിടെ. ഈ ഒരു കാര്യത്തിൽ ഓർക്കണം, ഗ്രീഡ് അടുത്തുകൂടെ പോലും പോകാത്ത ഒരു ആക്ടർ ഉണ്ട്. ആരാണ്? നമുക്ക് ഒന്ന് പേര് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാള് ഒരു പ്രോഡക്റ്റ് പോലും എൻഡോഴ്സ് ചെയ്തിട്ടില്ല. ഒറ്റ പ്രോഡക്റ്റ് പോലും. രജനീകാന്ത്. ഇത് എൻഡോഴ്സ് ചെയ്യാനായിട്ട് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു 2-3 മണിക്കൂർ മതി. 2-3 മണിക്കൂർ ആക്കി കഴിഞ്ഞാൽ 10 മുതൽ 20 കോടി രൂപയാണ്. നോട്ട് ഈവൻ എ സിംഗിൾ പ്രോഡക്റ്റ് രജനീകാന്ത് എൻഡോഴ്സ്. ആ ഒറ്റ കാര്യത്തിന് തന്നെ ഞാൻ രജനീകാന്തിനോട് എനിക്കുള്ള ഇതുണ്ടല്ലോ, അഡ്മിറേഷൻ അങ്ങ് വളരെ കൂടുതലാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. റെസ്പോൺസിബിലിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് രജനീകാന്ത്. ബാക്കിയുള്ളവർക്ക് അതൊന്നുമില്ല. നാട് നാശമായാലും പ്രശ്നമില്ല, അവരുടെ കീശ വീർത്താൽ മതി. ടോപ്പിക് ഇന്ന് മാറിയിട്ടില്ല. ടോപ്പിക് എന്നതാണ് ഫേക്ക് ന്യൂസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ്, ഫേക്ക് ആയിട്ടുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് കഴിക്കുന്നില്ല, അവര് കുടിക്കുന്നില്ല, അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ദേ സ്റ്റിൽ അവര് അന്നത്തെ കാലത്ത് പ്രൈം മിനിസ്റ്ററിന്റെ ആ പീരീഡിൽ ഇത്രയും വന്നിട്ടില്ല. ഇപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ഒക്കെ തട്ടിപ്പോയിട്ട് ഒരു 10-30-35 കൊല്ലമായി. അതിനുശേഷമാണ് നമുക്കിത് ടിവിയും എല്ലാം വന്ന് ഇതാകുന്നത്. Then it does immense damage. അത് ഡിസ്ഇൻഫർമേഷനാണ്. അതും കൂടെ ഓർക്കണം. ഡിസ്ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാണ്. അതാണ് വരാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു ഷോ ദി ഡെഫിനിഷൻ ഓഫ് ഡിസ്ഇൻഫർമേഷൻ. നേരത്തെ മിസ്ഇൻഫർമേഷൻ ആണ്, ഇത് മിസ്ഇൻഫർമേഷൻ അല്ല. Now, disinformation, deliberate spread of false information with a hidden agenda to mislead or deceive people. ഹിഡൻ അജണ്ട എന്താണ്? എനിക്ക് ഒരു തൊട്ടുണ്ടാക്കണം, എനിക്ക് ഇന്നാ പിടിച്ച ഒരു 10 കോടി 20 കോടി. അപ്പൊ അതുകൊണ്ട് ഇത് ഫാൾസ് ഇൻഫർമേഷൻ ആണ്. ജനത്തിനെ കളിപ്പിച്ചെങ്കിലും ഞാൻ കാശുണ്ടാക്കും. And it could be false and negative propaganda from politicians, governments or corporations. ദിവസവും രാഷ്ട്രീയക്കാർ എന്താണ്? മിസ്ഇൻഫർമേഷൻ, ഡെലിബറേറ്റ് ആണ് ഡിസ്ഇൻഫർമേഷൻ. ഇത് വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം മാറ്റും. ഒരു ഇതുപോലും മാറ്റിയിട്ടില്ല നാളിതുവരെയായിട്ട്. ഈ പറയുന്നവര് അവരിരിക്കുമ്പോഴാണ് 10-100 തവണ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുള്ളത്. എന്നിട്ട് അവർ പറയാണ് ഇതാ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പോകുന്നു, മാറ്റും. ദാറ്റ് ഈസ് ഡിസ്ഇൻഫർമേഷൻ. ഡു എഗ്രി എന്നുണ്ടെങ്കിൽ ഒന്ന് ഏട്ടെ. ഞാൻ ഈ പറയുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഓക്കെ ടിവി, അല്ല പ്രത്യേകം ഒരു പാർട്ടി എന്നല്ല, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇടത് വലത് നടുക്കല്ലാത്തത് എല്ലാവരും ഇത് തന്നെയാണ്. ഡിസ്ഇൻഫർമേഷൻ. അങ്ങനെയാണ് വോട്ടേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കുക. അവർക്ക് അവസാനം വേണ്ടതാണ്, അജണ്ട എന്താണ്? വോട്ട് ഞങ്ങൾക്ക് തരൂ. ഞങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്തണം. ഫിയർ ബട്ടൺ പുഷ് ചെയ്യാണ്.
ആ ഇതില് എല്ലാം മാറ്റും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസർവേഷൻ എല്ലാം പോകും. നിങ്ങളുടെ റിസർവേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പിള്ളേർ എന്ത് ചെയ്യും? പേടിയായി. അപ്പോഴും വോട്ടെടുത്തില്ല. Clear? That is what the agenda. The first casualty in any kind of war, അത് രാഷ്ട്രീയത്തിലായാലും ശരി, ബിസിനസ്സിലായാലും ശരി, മതമായാലും ശരി, ഇസ് ട്രൂത്ത്. ആദ്യം ഇവർ കൊല്ലുന്നത് സത്യത്തിനെയാണ്. Misinformation and disinformation are weapons that are used to fight wars. Disinformation targets people with poor critical and analytical thinking skills. It is easy to dupe them. എത്ര പേർക്കാണ് ചിന്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്? പെർസെന്റേജ് ഒരു 100 പേരെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളവർ റഫ്ലി എത്ര പെർസെന്റേജ് കാണും? ഒരു നമ്പർ ഇട്ടേ ചാറ്റ് ബോക്സിൽ. 5% ആണോ, 10% ആണോ, 50% ആണോ, 100% ആണോ? ഒരു നമ്പർ വരട്ടെ. ഓക്കെ, പ്രതാപ് ജി 5%, ജിവി ജി 50%, വേണുഗോപാലൻ നായർ 20%. എന്ത് പറ്റി ബാക്കിയുള്ളവരൊന്നും? ഓക്കെ, ജയചന്ദ്രൻ ജി 25%. എന്താണ് വേറെ കുറെ പേരൊക്കെ കൈയൊന്നും അനങ്ങുന്നില്ലേ? 10%. വല്ല ഹോമിയോപ്പതി മരുന്ന് വല്ല കൊടുക്കണോ? ഇവർക്കെല്ലാം കൈക്ക് ഒരു ശക്തി കിട്ടിയോണ്ടേ അതിനെ പ്രസ് ചെയ്യാനായിട്ട്. അതിൽ ഹോമിയോപ്പതിയിൽ എന്ത് മരുന്നുണ്ട്? ലതാ മനോഹരൻ ജി 5%. ഓക്കെ, 50%. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഫൈൻ. എന്നുവെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ ചിന്തിപ്പിച്ചു. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ആണ് ഞാൻ അച്ചീവ് ചെയ്യുന്നത്. തെറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കത്തില്ല. ഇഫ് യു ലേൺ സംതിങ് ഫ്രം മേക്കിംഗ് എ മിസ്റ്റേക്ക്, ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അതിൽ നിന്ന് പഠിക്കുന്ന പാഠമുണ്ടല്ലോ, അത് ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൈ. ഞാൻ ഒരുപാട് എന്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഒരിക്കലും ഞാൻ വന്നൊരിക്കലും പൊങ്ങച്ചം പറയാറില്ല. ഞാൻ കേമനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ ശൂരനാണ്, ഞാൻ ധീരനാണ്, എന്നെ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ അപാരനാണ് കേട്ടോ, ഞാൻ പറയത്തില്ല. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങൾ പറ്റി അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചു. അത് കാരണം എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മകന് പറ്റരുതെന്ന് അവന്റെ നേരത്തെ പറഞ്ഞു കൊടുക്കടാ, ഇതുപോലെ എനിക്ക് പറ്റിയാണ് കേട്ടോ, അത് കാരണം ബി കെയർഫുൾ. എനിക്ക് പറ്റിയ അബദ്ധം അവന് പറ്റാതിരിക്കാൻ നേരത്തെ അവന് പറഞ്ഞു കൊടുക്കും എന്നതാണതൊക്കെ. സോ ദാറ്റ് ഈസ് ഹൗ. ബെർണാഡ് ഷാ പറഞ്ഞാണ് 2% of the people think, 3% of the people think they think, and 95% of the people would rather die than think. ശരിക്കും പുള്ളിയുടെ അനുസരിച്ച് 2% ആൾക്കാർക്ക് തിങ്ക് ചെയ്യാൻ അറിയാവൂ. വേറെ 3% അവർ വിചാരിക്കുന്നു എനിക്ക് തിങ്ക് ചെയ്യാൻ അറിയാവുന്നു. ഇല്ല, നമ്മുടെ നാട്ടിൽ തന്നെ തിങ്ക് ചെയ്യാൻ അറിയാന്നാണ് വിചാരിച്ച് വലിയ PhD, ഡോക്ടർ, MD എല്ലാവരും ഉണ്ട്. എല്ലാ തട്ടിപ്പ് വെട്ടിപ്പിൽ വീഴുന്നവർ കണ്ടിട്ടില്ലേ? ആട്, മാഞ്ചിയം, തേക്ക് വീണിട്ടില്ലേ? ഒരു ടോട്ടൽ ഫോർ യു, ഒരു ചെറുക്കൻ, വെറും +2 പഠിച്ച ചെറുക്കൻ, എല്ലാം അവരുടെ PF ഇന്ന് കിട്ടിയ കാശ് എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ട് എല്ലാം പോയി കിട്ടി. അപ്പൊ എന്താണ് ആ തിങ്കിങ്? എടാ ഇവൻ എന്ത് ചെയ്ത് എന്റെ കാശ് ഒരു 6 മാസം കൊണ്ട് അത് ഇരട്ടിയാക്കി തരും, 1 കൊല്ലം കൊണ്ട് ഇരട്ടിയാക്കി തരും? ചിന്തിക്കുന്നുണ്ടോ ലതാജി? ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ അബദ്ധം പറ്റുമായിരുന്നോ? ഇല്ലല്ലോ, പറ്റത്തില്ല. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ കയറി ഒരു മോൺസൺ മൗങ്കൽ പറയുന്നു, എന്നാ പിടിച്ചത് ടിപ്പു സുൽത്താന്റെ ആ സിംഹാസനാണെന്ന്, അത് ടിപ്പു സുൽത്താന്റെ വാളാണെന്ന്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എത്ര കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മുടെ പോലീസിലെ ഏറ്റവും ഉന്നത മേധാവികൾ പോലും അവിടെ ചെന്ന് ആ കസേര ഇരിക്കാൻ പോസും കൊടുത്തുണ്ട്. അതുകൊണ്ട് മോൺസൺ മാവുങ്കലിന്റെ ഫേസ്ബുക്കിലിട്ട് ഒരുപാട് ചക്രം ഉണ്ടാക്കി അല്ലെ? മോൺസൺ മാവുങ്കൽ ഇടുന്ന ആരാണ്? പോലീസിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ അവിടെ വന്നിരിക്കുകയാണ്. അവൻ പിന്നെ വിശ്വാസ്യത വന്നില്ലേ? അങ്ങനെ അങ്ങേരെ അവിടെ പോയി ഇരിക്കണം വെച്ചാൽ അത് ടിപ്പു സുൽത്താന്റെ ഇത് തന്നെയാണ്, സിംഹാസനം തന്നെ.
അത് ടിപ്പു സുൽത്താൻ സിംഹാസനം കൊല്ലത്തെ തങ്കപ്പനാശാരി ഉണ്ടാക്കി കൊടുത്താണ്. പിന്നെയാണ് അറിയുന്നത്. അവസാനം ടിപ്പു സുൽത്താന്റെ വാള് വന്നിട്ട് ചേർത്തലയിലെ ചെല്ലപ്പനാശാരി ഉണ്ടാക്കി കൊടുത്താണ്. ഇതൊക്കെയാണ് പിന്നെ അറിയുന്നത്. അപ്പോഴത്തേക്കും മോൺസൺ മാവുങ്കൽ കുറെ കാര്യമായിട്ട് ജാളിയായിട്ട് എല്ലാം ജീവിച്ചു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്നുവെച്ചാൽ അതാണ് പറഞ്ഞത്, 2% ആൾക്കാർക്കേ ഉള്ളൂ ചിന്തിക്കാനായിട്ട്, ബാക്കി മിക്കവരും ചിന്തിക്കാൻ ഇല്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. എന്റെ ഫ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ, അദ്ദേഹം പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹം കഴക്കൂട്ടത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളി ഒരു പ്രത്യേകമായിട്ട് ആരാണ് മലയാളി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് എഴുതിയിട്ടുണ്ട്, എന്നെ പറ്റിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞ് നെറ്റിയിൽ അതിനെ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് മലയാളി എന്ന്. കേട്ടോ, എന്നെ പറ്റിക്കൂ പ്ലീസ്. ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഏട്ട് എന്റെ സുഹൃത്ത് സുരേഷ് കുമാർ ആ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്നെ പറ്റിക്കൂ പ്ലീസ് ജിബി. ഓക്കെ, താങ്ക് യു റവറൻഡ് സുരേഷ് കുമാർ വെച്ചെനിക്ക്. പറ്റിക്കപ്പെടാനായിട്ട് മാത്രം. ഓക്കെ ഡോക്ടർ ടെനി, ഇതാണ് ഇറങ്ങി വരുന്നത് ദിവസവും. ഓക്കെ ജി, വെരി കറക്റ്റ്, താങ്ക് യു. Thinking is the hardest work there is, which is probably the reason so few engage in it. ഹെൻറി ഫോർഡ്, ഓട്ടോമേക്കർ. അത് വലിയ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കുറെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് ആർ ലേസി, അല്ലെ, മടിയന്മാരാണ്. ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ കുറെ ഇത് ചെയ്യണം, എഫേർട്ട് ഇടണം. അതുകൊണ്ട് ചിന്തിക്കുന്നില്ല, അല്ലെ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം വെച്ചാൽ യു നീഡ് ടു തിങ്ക്. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്. ചെയ്യുന്നില്ല. അതെ, നെഗറ്റീവ് ഇമോഷൻസ് ക്യാൻ ഇംപീഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. ഇംപീഡ് എന്ന് പറഞ്ഞാൽ തടസ്സമായിട്ട് നിൽക്കും. നെഗറ്റീവ് ഇമോഷൻസ് തടസ്സം, നമ്മുടെ തിങ്കിങ്ങിനെ ബ്ലോക്ക് ചെയ്യും. ഫിയർ, ഭീതി. പേടി കൂടിക്കഴിഞ്ഞോ, പേടി വന്നോ, കോർട്ടക്സ് വർക്ക് ചെയ്യത്തില്ല. അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയും. ആ എമോഷണൽ അതിന്റെ സെന്റർ വന്നിട്ട് അത് കയറി. പിന്നെന്താണ്? ഫീലിങ്സ് ആണ്. പേടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരിത്താൾ പേടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ബ്ലാക്ക് മെയിൽ. ബ്ലാക്ക് മെയിൽ എന്ന് എവിടെയാണ്? പേടി. ശരിയാണോ? ക്ലിയർ ആണോ? ബ്ലാക്ക് മെയിലർ സക്സസ്ഫുൾ ആകുന്നത് ബ്ലാക്ക് മെയിൽ അടിച്ചാൽ മറ്റേ ആൾക്ക് ആ പേടി വരുത്തിയാലേ ഉള്ളൂ. ഒരു വീട്ടമ്മയെ പറയുന്നു, നിങ്ങൾ കുളിക്കുന്ന ആ ഇതെന്റെ ഉണ്ട്, വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിനെ ഫേസ്ബുക്കിലിടും, ഞാൻ വാട്സാപ്പിലിടും, ഇന്ന് തന്നെ ഒരു 1,00,000 രൂപ എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ പേടിയായില്ലേ? അങ്ങനെയല്ലേ സ്ത്രീകൾ എത്ര നമ്മൾ വാർത്തകൾ കണ്ടിട്ടില്ലേ? അവർ കൊണ്ടുവന്ന് വളയോ മറ്റോ വിറ്റെങ്കിലും കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും. ചോദിച്ച് അവസാനം എല്ലാം കൊടുത്ത് ഇനി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വരുമ്പോഴാണ് പോലീസ് എന്ന് പറയുന്നത്. അല്ലെ, പോലീസ് അവസാനം പറയുന്നത് എപ്പോഴാണ്? ഇത്രയും കാശ് പോയതിനു ശേഷം. നേരെ മറിച്ച് ആദ്യം തന്നെ വാട്സാപ്പിലിടോ, ഫേസ്ബുക്കിലിടോ, പെട്ടെന്ന് തന്നെ കേട്ടോ, പെട്ടെന്ന് തന്നെ. അങ്ങനെയെങ്കിലും 4 പേര് എന്നെ അറിയട്ടെ കേട്ടോ, ഒന്ന് എനിക്ക് അറിയട്ടെ. എനിക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഉള്ളതല്ലേ എന്റെ ഉള്ളതല്ലേ, എല്ലാവർക്കും ഉള്ള ഇതാണല്ലോ കാര്യമാണല്ലോ എന്റെ ബോഡിയിലുള്ളത്. ഇല്ലാത്തൊന്നും ഇല്ലല്ലോ ഇത്. അതുകൊണ്ട് എന്തിനാണ്? നല്ലത് തന്നെ ഇട്ടേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി? തീർന്നു. നിങ്ങൾക്ക് ഫിയറിലാന്ന് പറഞ്ഞാൽ വിട്ടോണ്ടിരിക്കും. അവൻ അതുകൊണ്ട് കാശ് കിട്ടണ്ടേ? ആ പേടിപ്പിച്ച് കാശ് ഉണ്ടാക്കാനാണ്. അതല്ലാതെ അത് ഇട്ടിട്ട് അവന് പ്രത്യേക പുണ്യമൊന്നും കിട്ടാനില്ല. നേതാജി എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഇത്രയല്ലേ ഉള്ളൂ. നീ ചെയ്തോടെ, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തു, സന്തോഷമേ ഉള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് ചെയ്യണം കേട്ടോ, താമസിക്കരുത് കേട്ടോ. എന്നിട്ട് അയക്കുമ്പോ എനിക്കും കൂടെ ഒരു കാപ്പി അയച്ചു തരണേ എന്ന് പറഞ്ഞാൽ മതി. തീർന്നു. ഫിയർ ഇല്ല, പോയി. അടുത്തത് ആങ്സൈറ്റി, ആകാംക്ഷ. ഗ്രീഡ്. ഗ്രീഡ് തന്നെ ചില 2 രീതിയിലാണ് പറയുന്നത്. ഗ്രീഡ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നും പറയും, ഗ്രീഡ് ഇസ് ആൻ എമോഷൻ എന്നും പറയും. പക്ഷെ ഫലത്തിൽ ഗ്രീഡിന്റെ പിന്നിൽ എന്താണുള്ളത്? ഒരു വിധത്തിൽ പറഞ്ഞ അസൂയ. മറ്റേവന് വളരെ മെച്ചമായിട്ടിരിക്കുന്നു, വലിയ വീടൊക്കെ കെട്ടി, മറ്റേ കാർ, BMW കാർ, എനിക്കതില്ല, അപ്പൊ എനിക്ക് അതുപോലെ വേണം. സ്ത്രീകൾക്കൂടെ തന്നെ മറ്റേടത്തരം മാല, മറ്റേ ഡയമണ്ട് മാല,
മറ്റേ ഇതിന്റെ പുതിയ കമ്മൽ വാങ്ങിച്ചു, അപ്പൊ എനിക്കും അതുപോലെ വേണം. അസൂയ വരികയാണ്. അപ്പോഴെന്താണ്? കൈക്കൂലി വാങ്ങിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ട്. എന്റെ അച്ഛൻ അവിടെ ഒരു കടയാണുള്ളത് തിരുവനന്തപുരത്ത്. അവിടുത്തെ ചിലപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസർ ആയിട്ടുള്ള സ്ത്രീകൾ വന്നിട്ട് അവര് പൈസ കൊടുത്താലേ കാര്യങ്ങൾ സെറ്റ് ചെയ്യത്തുള്ളൂ. അറിയാവുന്ന കാര്യമാണ്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കൈക്കൂലിക്ക് വേണ്ടി പിടിച്ചവർ എത്ര പേര് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നില്ലേ? മറ്റേ ലേഡി ഡോക്ടറെ ഇത് ചെയ്തു, മറ്റേ തഹസിൽദാറെ എല്ലാം എന്താണ്? ഗ്രീഡ്. അത് എമോഷൻ വരുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നില്ല. അങ്ങനെ പിടിയായിട്ട് ജോലിയും പോയി എല്ലാം നാണക്കേട് വരുന്നവരില്ലേ? തിങ്ക് ചെയ്യുന്നില്ല. വെരി സ്ട്രോങ് എമോഷൻ. ഹേറ്റ്, വെറുപ്പ് വന്നു കഴിഞ്ഞാൽ വെരി പവർഫുൾ. ഇടം വലം ഒന്നും നോക്കാതെ നേരെ കയറി അടിക്കുക, അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുക, ഇതെല്ലാം എന്താണ്? ഹേറ്റ്രഡ്. അല്ലേ? അതല്ലേ രാഷ്ട്രീയക്കാരും എല്ലാവരും കുത്തിവെക്കുന്നത്. ആ ഇഞ്ചക്ഷൻ കുത്തിവെക്കും. രണ്ട് മതങ്ങൾ ഉള്ളവരെ പിടിച്ച് അടിപ്പിക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹേറ്റ് കുത്തിവെച്ചിട്ടാണ്. ഇത് ശരിയല്ലേ? ഇതല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് എസ് ഇട്ടെ. ഹേറ്റ് ആണ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ. ഹേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. നമ്മളെ തമ്മിൽ അടുപ്പിച്ച് അവരാണ് അതുകൊണ്ട് ഗുണം കിട്ടുന്നത്. രാജ്യത്തിന്റെ ഹാർമണി കംപ്ലീറ്റ് തകർക്കുകയാണ്. പീസ്, എവറിത്തിങ് നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒന്നും വേണ്ട. ബംഗ്ലാദേശിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിച്ചത് എത്ര ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളാണ് അടിച്ചു തകർത്തത്. ഇസ്കോൺ എല്ലാം ചെയ്തു. നിങ്ങൾക്ക് എന്തിനാണ് അവിടെ? അവരെന്ത് ചെയ്തു? അവിടെ എന്നാണ്ട് ഒരു സംവരണം 30% കോട്ട കോടതി ഉത്തരവിട്ട് കൊടുക്കാനായിട്ട്. അതിലാണ് ചെറുപ്പക്കാർ സ്റ്റുഡൻസ് എല്ലാം ഇത് ചെയ്യുന്നു. പക്ഷെ അത് എങ്ങോട്ട് തിരിഞ്ഞു? ആ വയലന്റ് ക്രൗഡിന് ഇടയ്ക്കാണ് ഇവർ കയറി ഇതും പതുക്കെ ഒന്ന് കുത്തിവയ്ക്കും. കേട്ടോ? തുടങ്ങുന്ന ഒരു കാര്യത്തിനാണ്, പിന്നെ അത് വേറെ രീതിയിലോട്ട് മാറ്റുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഹേറ്റ്, ലസ്റ്റ്. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാമം. കാമം എന്നുള്ള വികാരം. ഹണി ട്രാപ്പിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എസട്ടെ. ഹണി ട്രാപ്പിംഗ് അതായത് പെണ്ണാണെന്ന് ചമഞ്ഞു. ചിലപ്പോൾ പെണ്ണേ ആയിരിക്കത്തില്ല. ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഒരു സുഹൃത്താവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫോട്ടോ, അത് അവരുടെ ഫോട്ടോ ആയിരിക്കത്തില്ല, വേറെ നല്ല സുന്ദരിയുടെ ഫോട്ടോ അതും കൂടെ ഇട്ട് ഉണ്ടെങ്കിൽ ആൾക്കൂടെ എക്സൈറ്റഡ് ആയി. എന്നിട്ട് പറയും മറ്റേ ഇവിടെ ആ ഹോട്ടലിൽ ഒന്ന് വരാമോ, നമുക്കൊന്ന് ഒരുമിച്ച് ഇരിക്കാം എന്ന സന്തോഷം. നേരെ ഹോട്ടലിൽ പോകും. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അവിടെ അവരും ഒരു 3-4 ഗുണ്ടായിരിക്കോട്ടിരിക്കുന്നു. അകത്ത് കയറി വന്നിട്ട് പിടിച്ചേച്ച് എന്നാ പിടിച്ച ഷർട്ടെല്ലാം ഊരിട, ആ വാച്ച് ഊരിത്ത, മറ്റൊരു ഊരിത്ത, ഇതെല്ലാം വെച്ചിട്ട് ഒന്നുമില്ലാതെ ഒരിക്കലും ഒരു ശബരിമലയുടെ അതിലൊരു മേൽശാന്തിയെ ഒരു 10-15 കൊല്ലത്തിന് മുമ്പ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ടിയാണ് ശോഭ ജോൺ. കേട്ടോ? ശോഭ ജോൺ ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ടി. കേട്ടോ? അവര് അങ്ങേരെ വിളിച്ചു വരുത്തി, അതിന്റെ കൂടെ വേറൊരു സ്ത്രീയും നേക്കഡായിട്ട് നിർത്തി, ഇങ്ങേരെയും വെച്ച് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അപ്പോൾ തന്നെ ഇങ്ങനെ കഴുത്തുള്ള ആ ചെയിനും കീഴും എല്ലാം വാങ്ങിച്ച് ഇതാക്കി. സോ ഹണി ട്രാപ്പിംഗ് വളരെ കോമൺ ആണ്, വളരെ കൂടുതലാണത് അവിടെ. എത്രയോ വ്യവസായികളെല്ലാം ഹണി ട്രാപ്പിങ്ങില്. ഒരു വ്യക്തി പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഞാൻ പേര് പറയാത്തതിന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ത്രീ, അവർ കാരണമാണ് അവസാനം ഉമ്മൻചാണ്ടിക്ക് എല്ലാം പേര് ദോഷമെല്ലാം വന്നത്. അവരും ഈ ഹണി ട്രാപ്പർ ആയിരുന്നു. ഓക്കെ, ഒരുപാട് പേര് വ്യവസായികളെല്ലാം അത് ചെയ്യാം ഇത് ചെയ്യാം. ഹണി ട്രാപ്പിംഗ്. ലെസ്റ്റ് ബട്ടൺ. ആ ലെസ്റ്റ് ബട്ടൺ എല്ലാവർക്കും ഉണ്ട്. സ്വാമി വിശ്വാമിത്ര മഹർഷിക്ക് അത് ഉള്ളി കിടപ്പുണ്ട്. അങ്ങനെ കടുന്തവത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമാണ് ഒരു ചിലങ്കയുടെ സൗണ്ട് കേൾക്കുന്നത്. കേട്ടോ? ഒരു ചിലങ്ക ഇൻഫർമേഷൻ, ആ ചെവി കൂടെ ചിലങ്കയുടെ ശബ്ദം, നല്ല പിച്ചിപ്പൂവിന്റെ മണവും വരുന്നു. കേട്ടോ? ഇത് രണ്ടും കൂടെ വന്നപ്പോ സ്വാമി വിശ്വാമിത്ര പതുക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കി. കേട്ടോ? നോക്കിയിരുന്ന അവിടെ മേനക നന്ന ഉഗ്രനായിട്ട് ആ കൂടി ചെറിയ ഒരു ഡ്രസ്സൊക്കെ ഒരുപാടൊക്കെ വളരെ നല്ല ഇതൊക്കെ മാറൊക്കെ വളരെ കുറച്ചേ മറച്ചിട്ടുള്ളൂ എല്ലാം കാണിച്ചുകൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും വിശ്വാമിത്രൻ 2 കണ്ണും തുറന്ന് പിന്നെ നോക്കി.
പിന്നെ മേനക ഇങ്ങനെ ചെറിയൊരു ഡാൻസ് ഒക്കെ ചെയ്തു. വിശ്വാമിത്രൻ പിന്നെ ഈ തവസും ഈ കമണ്ടലവും കിണ്ടലെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വിശ്വാമിത്രനും കൂടെ ചെന്ന് ഡാൻസ് ചെയ്തു. അങ്ങനെ കുറെ നാളായി ജാളിയായിട്ടിരുന്നപ്പോഴാണ് അവസാനം പ്രഗ്നന്റ് ആവുന്നു, ഒരു കുഞ്ഞ് ശകുന്തളയും ജനിക്കുന്നു. പിന്നെയാണ് ഇങ്ങനെ എടാ ഇത് അവതാരപ്പോ സംഗതി നമ്മൾ മറ്റേ തപസ് ഇരിക്കായിരുന്നില്ലേ. മേനക വന്നത് വേറെ ഇതിനാണ്, തിരിച്ചു പോകാനായിട്ട്. രണ്ടെണ്ണം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ കഥ അറിയാമോ? അറിയാവുന്നുണ്ടെങ്കിൽ എസ് അപ്പൊ അതിൽ നിന്ന് തന്നെ മെസ്സേജ് ലെസൺ എന്താണ്? ലെഫ്റ്റ് ബട്ടൺ ഇസ് വെരി പവർഫുൾ. ലെഫ്റ്റ് ബട്ടൺ. ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോ അവതരിപ്പിച്ച കൊള്ളാം, എന്റർടൈനിങ് ആയിരുന്നോ? ഒന്ന് ചിരിക്കാൻ പറ്റിയെങ്കിൽ എന്റർടൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റർടൈൻ ചെയ്തത് നിങ്ങളെ. ഞാനിങ്ങനെ ബോറടിപ്പിക്കത്തില്ല. എന്റെ ടോക്ക് വന്നിട്ട് അത് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ കുറെ പേര് ചിരിക്കണം, അവരെല്ലാതാകണം. അതുകൊണ്ട് അങ്ങനെ എനിക്ക് അറിയാവുന്ന എന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം ഉപയോഗിച്ച് കാര്യമായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ചെറിയാൻജി, ഓക്കെ, താങ്ക് യു. Hate and fear are powerful negative emotions. They can cause paralysis of thinking skills. Politicians and religious leaders use disinformation to provoke hate and fear to accomplish their goals. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഡിസ്ഇൻഫർമേഷൻ ആൻഡ് മിസ്ഇൻഫർമേഷൻ ഒരു 3-4 റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഒപ്പീനിയൻ പോൾസ്, കോസ്മെറ്റിക് പ്രോഡക്റ്റ്, സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പല പ്രോഡക്ട്സ്, വെയിറ്റ് ലോസ്, എന്നാ പിടിച്ചോ തടി കുറയ്ക്കാനായിട്ട്, അതിനുവേണ്ടിയുള്ള പരസ്യങ്ങൾ. അമുലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറിഞ്ഞുണ്ടെങ്കിൽ നോ നെറ്റെ. വാട്ട് ഈസ് ആൻ അമുലെറ്റ് അറിഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ എന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം. അമുലെറ്റ് അറിയാമോ? അറിഞ്ഞൂടെയോ? അറിഞ്ഞൂടെങ്കിൽ എന്നിടണം മൈ ഡിയർ ഫ്രണ്ട്സ്. ഒന്ന് എന്ത് പറ്റി? ഞാൻ ചാറ്റ് ബോക്സിൽ കാണുന്നില്ല. ഓക്കെ, അമുലെറ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള യന്ത്രങ്ങളുടെ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? യന്ത്രം, അപൂർവ ശക്തിയുള്ള മന്ത്രിച്ച ആ തകിട്, ഏലസ്, അതാണ് അമുലെറ്റ്. ഞാൻ കാണിക്കുന്നുണ്ട് ഇതിന്റെ ആയിട്ട്. ഇനി കൂടുതൽ ചിരിക്കാനായിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ. ലാഫ്റ്റർ ഇസ് ദി ബെസ്റ്റ് മെഡിസിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ പർപ്പസ് വന്നിട്ട് എല്ലാവരുടെയും ഹോളിസ്റ്റിക് ഹെൽത്ത്. നിങ്ങളെല്ലാം ചിരിച്ചാൽ നിങ്ങളുടെ ആയുസ് കൂടും കേട്ടോ. എന്റെ ഈ ടോക്ക് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 10 ദിവസത്തിന്റെ ലൈഫും കൂടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോർമോൺസ് എല്ലാം നന്നായിട്ട് റിലീസ് ചെയ്യും. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സീറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ദെൻ അമുലെറ്റ്, പിന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്കാം. ഒപ്പീനിയൻ പോൾ റിസൾട്ടിന്റെ ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് മെഗാ ഒപ്പീനിയൻ പോൾ. എന്താണ്? NDA 411, ഇന്ത്യ അലയൻസ് 105. ശരിയായിരുന്നോ? ശരിയാണെങ്കിൽ എസ് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ ഇടുക. ഓട്ടോ ആൽഫബറ്റ്. എത്ര പേര് ഇതൊക്കെ അറിയുന്നെന്ന് അറിയണ്ടേ? ഇങ്ങനെ മെഗാ പോൾ മിക്കവരും കണ്ടു കാണത്തില്ല. ആ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് തന്നെ ഫാൾസ് ഇൻഫർമേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഫേക്ക് ആയിട്ടുള്ളത്, ഡിസ്ഇൻഫർമേഷൻ ആണ്. ആൾക്കാർ മിസ്ലീഡ് ചെയ്യുന്നതാണ്. ഇവര് സെലക്ട് ആയിട്ട് ഇവർ എത്ര പേര് ഇന്റർവ്യൂ ആർക്കും എനിക്കറിയാമോ? ഇവരാരും സംസാരിച്ച് ആരും ചോദിച്ചെന്നുള്ളതൊക്കെ ഒരു കോഴിക്കുഞ്ഞെടുത്ത് പോലും ചോദിച്ചു കാണത്തില്ല. ആരെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു കോഴിക്കുഞ്ഞിനെ ചോദിക്കാതെ ചുമ്മാ ഇരിക്കട്ടെ, ഒരു 360, 350, സാധ്യതയില്ലെങ്കിൽ ആയിരിക്കത്തില്ല തന്നെ. ഇതാണ് ഒപ്പീനിയൻ പോൾ. അതുകൊണ്ടാണ് അവസാനം വന്നപ്പോ എന്തായി? 411 എവിടെ കിടക്കുന്നു, 293 എവിടെ കിടക്കുന്നു, 105 എവിടെ കിടക്കുന്നു, 240 എവിടെ ഇരിക്കുന്നു. എല്ലാം മനഃപൂർവ്വം ഈ മീഡിയ. ഡോണ്ട് ബിലീവ്, ബ്ലൈൻഡ്ലി ബിലീവ് മീഡിയ. ഞാൻ എന്റെ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കണ്ണു അടച്ച് വിശ്വസിക്കരുതേ. അവൻ ഏഷ്യാനെറ്റ് ആയാലും ശരി, എന്ത് നെറ്റ് ആയാലും ശരി, CNN ആയാലും ശരി, ഡോണ്ട് ട്രസ്റ്റ്, ഡോണ്ട് ബിലീവ്. They have their own agenda. അവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, പറ്റിക്കുന്നതാണ്. സ്വയം ചിന്തിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം.
നിങ്ങൾ ഇത് കണ്ടിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ലീഡറിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്, അയാൾ പറയുന്നത് ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. Then you vote for that person. Whether that person is a Congress person or BJP or a communist, it doesn't matter. ആ വരുന്ന ആളുടെ ഇന്റഗ്രിറ്റിയാണ്. ഈ തറവാട് നോക്കിയല്ല പെണ്ണ് കൊടുക്കേണ്ടത്. ഈ തറവാട് നോക്കി പെണ്ണ് കൊടുക്കുന്നതാണ് പ്രശ്നമെല്ലാം വരുന്നത് ഇപ്പോഴും. ആ തറവാട്ടിൽ ജനിച്ചാണ്, ഇവനാണെങ്കിൽ മുഴി കുടിയനാണ് അല്ലെ, തറവാടുണ്ട്, അയാളുടെ അപ്പൂപ്പനൊക്കെ നല്ല തറവാടാണ്. ഈ പെണ്ണ് പോകുന്ന ഇവൻ ഫുൾ ടൈം തണ്ണി അടിക്കുന്നവനാണ്, പോയില്ലേ. അതുപോലെ മറ്റേ തറവാടാണ്, ആ മറ്റേ മാർക്സിസ്റ്റ് കാൾ മാർക്സ് മറ്റേ കണക്കെ. ഇവിടെ ഇയാൾ വന്നിട്ട് അതുമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ല, മറ്റേ സോഷ്യലിസ്റ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ല, അഹിംസയായിട്ട് ഒരു ബന്ധവുമില്ല. ആ തറവാടാണ്. നോ, ലുക്ക് അറ്റ് ദി കാൻഡിഡേറ്റ്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ചെയ്യട്ടെ ഞാൻ ഈ പറയുന്നത്. ഇനിയെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ്, ദയവ് ചെയ്ത് നിങ്ങൾ ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഞാനിങ്ങനെ ഒരു പാർട്ടിയുടേതല്ല. ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്, റിപ്പബ്ലിക് പാർട്ടി ഉണ്ട്. ഞാൻ ഒരു ഡെമോക്രാറ്റ് ആണെന്നല്ല അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറയും. ഇഫ് യു ഡോണ്ട് ടു ഡെമോക്രാറ്റ് ആണ്, ഞാൻ രണ്ടും അല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് തോന്നുന്ന ആളാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇയാളാണ് കുറെ കൊള്ളാന്നുണ്ടെങ്കിൽ ഞാൻ വോട്ടിടും അയാൾക്ക്. ദാറ്റ് ഈസ് ഇറ്റ്. ഐ എം നോട്ട് കമ്മിറ്റിംഗ് മൈസെൽഫ് ടു എനി പർട്ടിക്കുലർ ഒരു പാർട്ടി. ഇറ്റ് ഈസ് എ ലീഡർ ദാറ്റ് മാറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു അനി ജോൺ. ആരാണ്? ഷാരൂഖ് ഖാൻ, ഫെയർ ആൻഡ് ഹാൻസം. എങ്ങനെയുണ്ട്? നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല ഫെയർ കളറിൽ നിൽക്കുകയല്ലേ അല്ലേ? ഇത് കാണുമ്പോഴെന്താണ്, ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരെല്ലാം കുറച്ച് കറുത്തൊക്കെ ഇരിക്കുന്നതിനെല്ലാം അവൻ ആ ഫെയർ ആൻഡ് ഹാൻസം എടുത്ത് ഇങ്ങനെ തേക്കാൻ തുടങ്ങും. തേച്ച് ഹോൾ ബോഡി തേക്കുന്നുണ്ട്. നിങ്ങൾ മുഖത്ത് മാത്രം തേച്ചിട്ട് കയ്യിൽ തേച്ചില്ലെങ്കിൽ എന്താവും? ഈ ഒരു കുരങ്ങുണ്ട്, അതിന് മുഖം മാത്രം വെളുത്തിരിക്കും, ബാക്കിയെല്ലാം കറുത്തിരിക്കും. അങ്ങനെ ആയിപ്പോത്തില്ലേ? ഇവിടെ എല്ലാം തേക്കണ്ടേ? അപ്പം ഒരു ട്യൂബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 ദിവസം പോലെ തികയോ ലതാജി? 5 ദിവസം തികയോ? തികയത്തില്ല. ഒരു മാസം ഒരു 6 ട്യൂബെങ്കിലും വാങ്ങിക്കേണ്ടി വരും. അവൻ കുറഞ്ഞത് ഒരു 10-200 രൂപ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. ഇത് ജീവിതകാലം മുഴുവൻ തേക്കണ്ടേ? സ്കിന്ന് മാറിക്കൊണ്ടേയിരിക്കല്ലേ, സ്കിന്ന് പുതിയ വരത്തില്ലേ? അവിടെ ഒരു വർഷം എത്ര ചെലവ് വരുന്നു ആലോചിച്ച് വെക്കണം. എന്നിട്ട് ഇതിന്റെ കെമിക്കൽ സൈഡ് എഫക്ട്സോ, ഇതിന്റെ അലർജി, കെമിക്കൽ റിയാക്ഷൻസ്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ അവിടെ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഞാൻ ഒരിക്കൽ പുള്ളിയോട് ചോദിച്ചു, പുള്ളിയുടെ പേര് പ്രസാദ് എന്നാണ്. നമ്മൾ പ്രസാദേ, ഈ ഫെയർനെസ് ക്രീം അത് ശരിക്കും അതുകൊണ്ട് ഗുണമല്ല ഉണ്ട്? പിന്നെ നല്ല ഗുണമാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഗുണമോ? ഞങ്ങൾക്ക് ഗുണമാണ്. അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് സൈഡ് റിയാക്ഷൻ, അലർജി എല്ലാം വന്നിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പൊ അത് കാരണം ഈ കൺസൾട്ടേഷൻ ഫീസിൽ പിന്നെ എനിക്ക് ഗുണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ല ഗുണമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയി, ഡാർക്കായി. മറ്റേ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചാണ്. ഇത് വെളുക്കാൻ തേച്ചത് കരിക്കട്ടയായി, തിരിച്ചായി, പാണ്ടാകുന്നില്ല. ഡാർക്ക് പിഗ്മെന്റേഷൻ. ഇനി ഷാരൂഖ് ഖാന്റെ യഥാർത്ഥ നിറം, അതും കൂടെ ഇതൊക്കെ ഈ ജനം നോക്കുന്നില്ല. ഇതെല്ലാം ഗൂഗിളിൽ ഒരു 5 മിനിറ്റ് ചെലവാക്കിയാൽ മതി, അറിയാൻ പറ്റും ഈ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. കാണുന്നുണ്ടോ? ഷാരൂഖ് ഖാനും മകളുമായിട്ടുള്ള പടം എങ്ങനെയുണ്ട്? ഷാരൂഖ് ഖാൻ പിച്ചിപ്പൂ പോലെയാണ് ഇരിക്കുന്നത് അല്ലല്ലോ? ദാറ്റ് ഈസ് ഇത്. ഈ ഫേക്ക് ഡിസ്ഇൻഫർമേഷനിൽ വീഴരുത്. വീഴാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ പിള്ളേരെയും ചെറുമക്കളെയും എല്ലാം എൻ്റെ ഈ ടോക്കിന്റെ വീഡിയോ റെക്കോർഡിംഗ് അവരെ കാണാൻ പറയണം. അവരാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ. നിങ്ങൾ ഇപ്പോഴും മിക്കവരും ഇനിയൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, ഇതിലൊന്നും പോകത്തില്ല. അതിൽ ആ കാലം എല്ലാം കഴിഞ്ഞു. ഇപ്പോഴെന്ന് ആ ചെറുപ്പക്കാർക്ക് അങ്ങനെയല്ല. അവരാണ് മുഖത്തൊരു ചെറിയൊരു മോക്കുരു വന്നു കഴിഞ്ഞാൽ തന്നെ അവര് ബോധരാണ്. നമുക്കിവിടെ മോക്കുരു അല്ല, ചക്കക്കുരു വന്നാൽ പോലും ഒരു പ്രശ്നമില്ല കേട്ടോ. മുഖത്ത് ഒരു പ്രശ്നമില്ല. അത് കാരണം ഈ വീഡിയോ നിങ്ങളുടെ പിള്ളേർക്കും ചെറുമക്കൾക്കും കാണിച്ചു കൊടുക്കണം. ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് എത്തട്ടെ. ചെയ്യാമോ? നിങ്ങളെ നിർബന്ധിച്ചല്ലേ അവർ രക്ഷപ്പെടും. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത്. ഓക്കെ, യെസ്, താങ്ക് യു ലതാജി.
ഇതും ഗ്രീൻ ടീ, ഗ്രീൻ കോഫി എക്സ്ട്രാക്ട് വെച്ച് വെയിറ്റ് ലോസ്. എന്തൊരു തട്ടിപ്പോട്! അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ഇതുപോലെ നടക്കുന്നത്. വരുന്നുണ്ട് നമ്മുടെ അമുലെറ്റ്സ്, അപൂർവ ശക്തിയുള്ള മാന്ത്രിക ഏലസുകൾ. ആദ്യത്തേത് ഭർത്തൃ വശീകരണ യന്ത്രം. വായിക്കാമോ? വായിക്കാന്നുണ്ടെങ്കിൽ ദാമ്പത്യ കലകം. ഓക്കെ, മനസ്സിലാക്കാം. ആ യന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ദാമ്പത്യ കലകം മാറിക്കിട്ടും. ശത്രുദോഷം. ആരുടെ ശത്രുദോഷമാണ്? ഇനി അടുത്താണ് രഹസ്യ രോഗങ്ങൾ. വായിച്ചോ? രഹസ്യ രോഗങ്ങൾ വായിച്ചോ ജയചന്ദ്രൻജി? വായിച്ചോ? രഹസ്യ രോഗങ്ങൾ. അപ്പം ഈ ഏലത്ത് കിട്ടി കഴിഞ്ഞാൽ സിഫിലിസ്, ഗൊണോറിയ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ഉഗ്രനായി കേട്ടോ. നമ്മൾ ഇനി ഡോക്ടർമാരുടെ കച്ചവടം എല്ലാം പൂട്ടി, ഡെമറ്റോളജി പ്രാക്ടീസ് ഇല്ല. ആ കൂടി ഡോക്ടർ ആറ്റുകാൽ രാധൻ, അതും ഡോക്ടറാണ്. ആ ഡോക്ടറുടെ ആ ഏലത്ത് കിട്ടിക്കഴിഞ്ഞാല് എല്ലാ രഹസ്യ രോഗങ്ങൾ, ഗൊണോറിയ, സിഫിലിസ് എല്ലാം പോയി കിട്ടും. എപ്പടി? കൊള്ളാമോ? ഈ തട്ടിപ്പ് ഒന്നും ചെയ്യുന്നില്ല. സർക്കാരോ ആരും തന്നെ ഒരു നടപടി എടുക്കുന്നില്ല. ഈ പൊതുജനത്തിന് മിസ്ലീഡ് ചെയ്യുന്നതിനൊക്കെ ഒന്നും ചെയ്യുന്നില്ല. ഇനി അടുത്തത്, അതിന് തന്നെ അടുത്ത യന്ത്രത്തിന് നോക്കണം. വിദ്യാ വിജയപ്രദ യന്ത്രം. വിദ്യാ തടസ്സം, ശത്രുദോഷം. അവിടെയും ശത്രുദോഷം വരികയാണ് കേട്ടോ. ഏത് യന്ത്രത്തിലും ഒരു ശത്രുദോഷം കിടക്കുകയാണ്. എല്ലാത്തിലും ഒരു ശത്രുദോഷമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തോൽവി ഇവ മാറി ബുദ്ധി സാമർഥ്യവും ഓർമ്മശക്തിയും ഉന്നത വിജയവും ലഭിക്കുവാൻ. എന്താണ് ഉന്നത വിജയം? ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഫാക്ട് ആണ്, ഞാൻ വെരിഫൈ ചെയ്താണ്. ഞാൻ ഈ രാധാകൃഷ്ണന്റെ വീട്ടിൽ പോയി. ഞാൻ ഈ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒരു 12 കൊല്ലത്തിന് മുമ്പ് ഞാൻ പോയി. എന്റെ കൂടെ എന്റെ ഒരു ഫ്രണ്ട് സുരേഷ് കുമാർ ഉണ്ടായിരുന്നു, ഡോക്ടർ സുരേഷ് കുമാർ. ഞങ്ങൾ രണ്ടുപേരും പോയി. പുള്ളിയുടെ അതില് ഷോ കേസിൽ പുള്ളിയുടെ ഫാമിലി ഫോട്ടോ ഇരിക്കുന്നു. 2 പിള്ളേർ അവന്മാരിപ്പുണ്ട്. എന്നാ ഞാൻ ചോദിച്ചു, ആ പയ്യന്മാർ എന്ത് ചെയ്യുന്നു? അവർ പഠിക്കുന്നു. ഏതാണ്? എഞ്ചിനീയറിംഗ്. അപ്പൊ എന്റെ അടുത്ത ചോദ്യമാണ്, ഞാൻ ചില ഉന്നത വിജയവും ആകുമ്പോഴും എന്താണ് IIT അഡ്മിഷൻ കിട്ടണ്ടേ എഞ്ചിനീയറിംഗിന്? അപ്പൊ ഞാൻ ചോദിച്ചു IIT അല്ല. പുള്ളി ഉത്തരം കറക്റ്റായിട്ട് പറയുന്നില്ല, പിടിച്ചാണ് പറയുന്നത്. അപ്പൊ അടുത്ത ഞാൻ ചോദിച്ചു, നമ്മുടെ CET ട്രിവാൻഡ്രത്തെ എഞ്ചിനീയർ? അല്ല. ചേട്ടാ, അടുത്തത് മാർക്ക് തിയോഫിലസ് ആണോ? അല്ല. പിന്നെ എവിടെയാണ്? ആ മാർത്താണ്ഡം കഴിഞ്ഞിട്ട് ഉള്ള ഒരു പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പൈസ കൊടുത്ത് ചേർത്തിരിക്കുകയാണ്. അപ്പം വിദ്യാ വിജയപ്രദ യന്ത്രം സ്വന്തം മക്കൾക്ക് കിട്ടി, അവർക്ക് ഉന്നത വിജയവും IIT അഡ്മിഷനും ഒന്നും കിട്ടുന്നില്ല. പൊതുജനം ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ആ യന്ത്രത്തിന്റെ 10,000-3,000-5,000 രൂപ കെട്ടി കൊടുക്കുന്നതുകൊണ്ട് അങ്ങയുടെ പിള്ളേർക്കുള്ള ട്യൂഷൻ ഫീസ് അങ്ങനെ കൊടുക്കുകയാണ്. ഈ മരമണ്ടന്മാര്, ഈ പൊതുജനം എന്ന് പറയുന്ന മരമണ്ടന്മാര് ഇതും വിശ്വസിച്ചുകൊണ്ട് വാങ്ങിക്കുമ്പോൾ അങ്ങയുടെ പിള്ളേർക്ക് 2 ലക്ഷം 3 ലക്ഷം അവിടെ കൊടുത്ത് അഡ്മിഷനും ഹോസ്റ്റലിൽ താമസിക്കാൻ എല്ലാം സൗകര്യമാക്കുന്നു. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറഞ്ഞു. ഇതിലും കൂടുതലുണ്ട്, ഇതിൽ കൂടുതൽ തമാശയുണ്ട്. സമയമില്ല. അതുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞ് ഞാൻ ചെയ്യുന്നു. വേണമെന്നാർജി. ഓക്കെ, താങ്ക് യു. City-based doctor loses 3.42 crore ഓൺലൈൻ ഫ്രോഡ്. ഇത് തിരുവനന്തപുരത്ത് നടന്നതാണ്. കൊച്ചുള്ളൂരിലെ ഒരു ഡോക്ടർ, അങ്ങേർക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഫ്രോഡ് കാണിച്ച് റിസർച്ച് ടീമാണ് എല്ലാം പറഞ്ഞിട്ട് 3.5 കോടി രൂപ പോയി കിട്ടി. എപ്പോഴാണ്? കഷ്ടിച്ചൊരു 3 മാസമായിട്ടുള്ളൂ. ഇനി മാതൃഭൂമിയിലെ വാർത്ത, എറണാകുളത്തെ ഒരു സ്ത്രീ 1 കോടിയിലേറെ അവർക്ക് ഓൺലൈനിൽ ലോട്ടറി കിട്ടിയെന്ന് പറഞ്ഞ് അതിൽ കൂടെ ഉള്ളതിൻ്റെയൊക്കെ ഞാൻ എന്റെ ടോക്ക് ഒരു 10 മിനിറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സമ്മതമാണെങ്കിൽ ഞാൻ കുറെ കൂടെ കൂടുതലായിട്ട് പറയാം. ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റഷ് ചെയ്ത് പോകേണ്ടി വരും. ഒരു 10 മിനിറ്റ് കൂടെ പോകുന്നതിൽ പ്രശ്നമുണ്ടോ? ക്വസ്റ്റ്യന് വേണ്ടി സമയം മുടക്കാതെ സാറിന്റെ ക്ലാസ് നടക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. കാര്യം ഇത് വന്നിട്ട് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു ബുക്കിൽ നിന്നും കിട്ടത്തില്ല. ഞാൻ വളരെ കാര്യമായിട്ട് ഇത്രയും ഒരുപാട് ഞാൻ വായിച്ച് റിസർച്ച് ചെയ്തിട്ട് പറയാണ് ഇതിന്റെ താല്പര്യം. ഒരു 10 മിനിറ്റ് എന്റെ പ്രസന്റേഷൻ തന്നെ ഒരു 10 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഓൺലൈൻ ലോട്ടറി ഇതിന്റെ റിയൽ ലൈഫ് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ ഒന്നുമില്ലാതെ ഒരു പൈസയും മുടക്കാതെ നിങ്ങൾ ടിക്കറ്റ് പോലും വാങ്ങിച്ചിട്ടില്ല, നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് ഇത്രയും പൈസ അടിച്ചെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്നതെന്നാണ് ആ ഗ്രീഡല്ലേ അല്ലേ? ഞാനിപ്പോ കേരള ലോട്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റ് ഞാൻ വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു, ലോട്ടറി കിട്ടി, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നാ പിടിച്ച് പറയാൻ നിങ്ങൾക്ക് മറ്റേ ഓൺലൈൻ ലോട്ടറി കൂടെ നിങ്ങളുടെ ഇതിൽ ഇത്രയും വന്നിട്ടുണ്ട്. ഇത് എന്റെ ഓൺ ക്ലോസ് ഫ്രണ്ട്, ഞാൻ പുള്ളിയുടെ പേര് പറയുന്നത് ശരിയല്ല, പുള്ളിക്കാരൻ വന്നിട്ട് SSLC സ്റ്റേറ്റിൽ 19ാമത്തെ റാങ്ക് എടുത്ത് ജയിച്ച മനുഷ്യനാണ്. അപ്പം പഠിക്കാനൊക്കെ മിടുക്കനാണ്. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നുമില്ല. SSLCക്ക് ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടി. അത് എന്റെ ക്ലാസ്സിൽ 7 പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, എന്നെക്കാളും ബാക്കി 5 പേർക്ക് എന്നെക്കാളും കൂടുതൽ മാർക്കാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഒന്നുമല്ല. ഞാൻ പൊങ്ങച്ചം പറയാറില്ല, ഉള്ളത് മാത്രം അതേപോലെ പറയും. ആ കൂടെ കിട്ടിയത് അതിൽ 4-5 പേര് അവർ അവസാനം പ്രീ ഡിഗ്രി കഴിഞ്ഞ് BSc കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം പോയി. അത്രയും നാൾ കടന്ന് ഭയങ്കരമായിട്ട് പഠിച്ച് പിന്നെ പോയി. ഇത് ഞാനാണ് ചില സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് കേട്ടോ, അങ്ങനെയാണ് ഞാൻ എഴുതിയത്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇത്രയും എടുത്തിട്ട് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ബാങ്കിലൊക്കെ ജോലി കയറി. ബാങ്കിൽ പുള്ളിക്കാരൻ സീനിയർ മാനേജറായിട്ട് ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന മനുഷ്യൻ. ഇത് പുള്ളി തന്നെ എൻ്റെ പറഞ്ഞിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. പുള്ളിക്ക് പറ്റിയ മണ്ടത്തരം. ഒരു 14 കൊല്ലത്തിന് മുൻപ് പുള്ളി റിട്ടയർ ചെയ്ത് എങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ, അന്ന് ഈ നമ്മുടെ ഈ സ്മാർട്ട് ഫോണൊന്നും വന്നിട്ടില്ല, പുള്ളിക്കാരൻ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ഇങ്ങനെ ലോട്ടറി, UK ലോട്ടറി, അതില് 1 മില്യൺ പൗണ്ട്, അവിടുത്തെ കറൻസി ഡോളർ അല്ല പൗണ്ട് അടിച്ചെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരന് ആ ഗ്രീഡ് ബട്ടൺ പുഷ് ചെയ്യാണ് കേട്ടോ. അവർ പുഷ് ചെയ്ത് ഏതാണ്, നമ്മുടെ വിശ്വാമിത്രന് ലെഫ്റ്റ് ബട്ടൺ, കാമം ഇങ്ങേർക്കുള്ള ആ RT ആ ബട്ടണാണ് പുഷ് ചെയ്തത്. ഒന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്, അത് ആലോചിച്ചോളണം. ഒന്ന് പുള്ളിക്കാരൻ ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചോണ്ട് അപ്പുറത്തൊരു സായിപ്പാണെന്ന് സംസാരിച്ചത്. നോക്കിക്കോളേ, പറ്റിക്കുന്നവർ അതെല്ലാം അറിയാമല്ലോ, പറ്റിക്കുന്നവര് മരമണ്ടന്മാരാണ്. അവനോട് നമ്മുടെ കാട്ടാക്കടയിലടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് കാരണം ഒരു സായിപ്പിന് കാശ് കൊടുത്താൽ മതിയല്ലോ. സായിപ്പും ഈ ഫ്രോഡിലെല്ലാം ഇല്ലേ. ഉള്ള ഒരു സായിപ്പാണ് കേട്ടോ. എന്നോട് പറയാൻ വിളിച്ചപ്പോ സായിപ്പാണ് സംസാരിച്ചത് കേട്ടോ. എന്നിട്ട് സായിപ്പ് പറഞ്ഞു, യെസ്, ഓൺലൈൻ ലോട്ടറി, വി ഡു ദാറ്റ് വൺ ആൻഡ് യു ഹാവ് വൺ ആൻഡ് ദിസ് 1 മില്യൺ പൗണ്ട്സ് and if you want to claim you can claim, if you don't want to claim then okay, just forget about it. അതായത് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ, ഇതൊക്കെയാണ് അവന്റെ അപ്രോച്ച്, നിനക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഉടനെ ഇയാൾക്ക് അതായി, അപ്പൊ വാട്ട് ഷുഡ് ഐ ഡു ടു ക്ലെയിം? Just you have to, just for processing you have to send $25,000 rupees of a draft and send it to our address in Delhi. We have an office in Delhi. ഉടനെ തന്നെ പുള്ളിക്കാരൻ താമസിക്കാതെ ഉടനെ അടുത്തൊരു ഓട്ടോറിക്ഷ പിടിച്ച് അടുത്തുള്ള ബാങ്കിൽ പോയി 25,000 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് നേരെ ഡൽഹിക്ക് അയച്ചു കൊടുത്തു. നോക്കിയോളെ, ഫ്രോഡ് ഒരു അമിഗ്ഡല തിങ്കിങ് എല്ലാം പോയി. അയച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞോണ്ട് പിന്നെ വാട്സാപ്പ്, അതിൽ മറ്റൊരു വാട്സാപ്പ് അല്ല, അന്നത്തെ ആ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. താങ്ക് യു, റിസീവ്ഡ് ആൻഡ് ഫ്രം UK. അടുത്തൊരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇതായിട്ട് വരുന്നതാണ്, കാശ് വരുന്നതാണ് എനിക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ്. ആൻഡ് കുഡ് യു പ്ലീസ് ജസ്റ്റ് ടെസ്റ്റ് യുവർ ഹോം അഡ്രസ്, വീട്ടഡ്രസ് എന്നറിയിക്കാം. ഉണ്ടവൻ വീട്ടഡ്രസ് അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആലോചിക്കായിരുന്നു, ഏതായാലും ആരോ ഒരാൾ അവിടെ നിന്ന് കാശുമായിട്ടിവിടെ വരികയല്ലേ. ഇത്രയെല്ലാം വരുമ്പോൾ ആദ്യം പുള്ളി മനക്കണക്കാണ്, ഇനിയാണ് കണക്ക് കൂട്ടുന്നത്. 1 മില്യൺ, അന്ന് 70 രൂപയാണ് കൺവേർഷൻ. അപ്പൊ 70 കോടി രൂപയാണ്, അല്ലല്ല 7 കോടി രൂപ, 7 കോടി രൂപയാണ് വരാൻ പോകുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ചു, പുള്ളിക്കാരൻ 2 മക്കളൊക്കെ ഉണ്ട്, പുള്ളി ഭാര്യയെല്ലാം മരിച്ചുപോയി, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കണം, 1 കോടിക്കുള്ള ഒരു 3 ഫ്ലാറ്റ്, അപ്പൊ 3 കോടി. അതിന് കൈ കിട്ടിയിട്ടില്ല, കണ്ട കയ്യിലൊന്നും വന്നിട്ടില്ല. അപ്പോഴേ പ്ലാനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ബാങ്കിലാണ് റിട്ടയർ ചെയ്ത് FD-യിലിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ. ഏതായാലും ഇത്രയും വരുന്ന അങ്ങേരെ ഒന്ന് നമുക്കൊന്ന് ഇത് ചെയ്യേണ്ട, ഒരു ഗസ്റ്റ് ആയിട്ടൊന്ന് റിസീവ് ചെയ്തേണ്ടേ. അത് കാരണം അന്ന് അവിടെ ട്രിവാൻഡ്രത്ത് താജ് വിവാൻഡ ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ എല്ലാം വിളിച്ചു ചോദിക്കുന്നു എത്രയാണ് റേറ്റ്, ഒരു 4-5 ദിവസം അവിടെ താമസിപ്പിക്കാനായിട്ട്, അടുത്ത കന്യാകുമാരി കൊണ്ടുവന്ന് കാണിക്കാനായിട്ട്, തേക്കടി കാണിക്കാനായിട്ട്, മറ്റേ ടൂറിസ്റ്റ് ടാക്സി എല്ലാം അറേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുന്നു ആശാൻ. അപ്പോഴെന്നാ വിളിച്ചോ, ആ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോൺ കോൾ വരുന്നു. I have come, I am at the airport, the Bombay Customs, and they want that you should pay 75,000 rupees immediately, otherwise they won't let me bring this one. അപ്പൊ ഇയാൾക്ക് 75,000 രൂപ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്ന്. ഒന്ന്
I can give the call. I can ask the customs officer to talk to you. എന്ന് പറഞ്ഞ ഉടനെ ഒരു സ്ത്രീ അവര് ഹിന്ദിയും ഇംഗ്ലീഷും കലർത്തി സംസാരിക്കുന്നു. ഇത് RBIയുടെ റെഗുലേഷൻസ് ആണ്. അതുകൊണ്ട് ഇത് 75,000 കൊടുത്താലേ റിലീസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഉടനെ പറഞ്ഞ് ഇയാൾ ചോദിച്ചാൽ RBI ആണോ? യെസ്, ഇഫ് യു ഗിവ് മീ യുവർ ദി ഇമെയിൽ ID, then I will send you that RBI അവരുടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ. ഉടനെ ഇയാൾ ഇമെയിൽ ID കൊടുത്തു. അടുത്തൊരു 10 മിനിറ്റ് ഇമെയിലിൽ വരുന്നുണ്ട് RBIയുടെ നോട്ടിഫിക്കേഷൻ. പിന്നെ RBIയുടെ ലോഗോയൊക്കെ ഉണ്ട്, എംബ്ലം, അതായത് എംബ്ലം എല്ലാം ഉണ്ട്. ഇത് കാര്യമായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്നത് വരുന്നതിന് ഇത്രയും ഇതുണ്ടെന്നൊക്കെ 75,000. ഉടനെ പുള്ളി കിടന്നു വെച്ച് നോക്കി RBIയുടെ ഓഫീസിലെ അഡ്രസ്സും ഡെപ്യൂട്ടി മറ്റേ ഓഫീസറും ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാവരുടെ പേരും നമ്പരും എല്ലാം ഉണ്ട്. പുള്ളി വിശ്വസിച്ചു. പെട്ടെന്ന് തോന്നുന്നു ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഡൽഹി ആ നമ്പറിൽ വിളിച്ചോണ്ട് കറക്റ്റാണ് RBI ഓഫീസാണ്. RBI വിളിച്ചോടെ തന്നെ ആ ഡെപ്യൂട്ടി സെക്രട്ടറി ഏതൊരു ശ്രീവാസ്തവ ഇതൊക്കെ അങ്ങേര് ചോദിച്ചാൽ അങ്ങേരുടെ സീറ്റിലുണ്ട് ഭാഗ്യത്തിൽ. ഒന്ന് അങ്ങേര് ചോദിച്ചു ഇങ്ങനെ ഒരു ഇത്, നോ നോൺസെൻസ്, ദാറ്റ് ഈസ് ഫിഷിംഗ്, ദർ നോ സച്ച് നോട്ടിഫിക്കേഷൻ. അപ്പോഴത്തേക്കാണ് അറിയുന്നത് ആഹാ ഇത് തട്ടിപ്പാണെന്നുള്ളത്. അവർ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആ സായിപ്പ് വിളിക്കുന്നു. വിളിച്ചോടെ തന്നെ പറഞ്ഞു ഐ കോൾ ദി RBI. അയാൾ ഉടൻ തന്നെ ഫോൺ ഹാങ് അപ്പ് ചെയ്തു. പുള്ളി പറയുന്നത് 25,000 പോയിള്ളൂ കിട്ടിയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 1,00,000 പോയി കിട്ടുമായിരുന്നു കേട്ടോ. സന്തോഷം 25,000 പോയുള്ളൂ, അല്ലെങ്കിൽ 1,00,000 പോയി കിട്ടുമായിരുന്നു. ഈസ് ഇറ്റ് ക്ലിയർ, കൺവിൻസിങ്? ഇങ്ങനെയാണ് നമ്മൾ ഇല്ലാത്ത ലോട്ടറി വിൻ ചെയ്യുന്ന പറഞ്ഞു. എനിക്കും ഒരുപാട് ഇതേപോലെ വരാറുണ്ട്, ഫേക്ക് ഇതൊക്കെ. എനിക്ക് ഇമെയിലിൽ കൂടെ വരാറുണ്ട്. നൈജീരിയയിലെ ഒരാളെന്തോ തട്ടിപ്പോയി, അങ്ങേർക്ക് സ്വത്ത് എത്രയോ ഉണ്ട്, അവകാശികൾ ആരുമില്ല, അതിനുവേണ്ടി ഇങ്ങോട്ട് തരാന്നുള്ളത്. ഇങ്ങനെ റഷ്യയിലുണ്ട്, ഇതെല്ലാം വരും. Never fall, be a victim. കേരള ബിഷപ്പ്, ഇതറിയാമോ? ഈ വാർത്ത വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയണം. കേരള ബിഷപ്പ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് നോ ഇട്ടേ, ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം കേരള ബിഷപ്പിന് എന്ത് പറ്റിയെന്നുള്ളത്. ഡോക്ടർ ടെനി അറിയാം. എനിബഡി എൽസ് അറിഞ്ഞുകൂടെങ്കിൽ നോ ഇട്ടേ, അറിഞ്ഞുകൂടെങ്കിൽ നോ ഇടൂ. എന്താണ് ആരുടെയും മറുപടി കാണുന്നില്ല? അപ്പൊ അതിന്റെ അർത്ഥം മിക്കവർക്കും അറിഞ്ഞുകൂടാ. പ്രതാപിന് അറിയാം, മിക്കവർക്കും അറിഞ്ഞുകൂടാ. ഇതിവിടെ എന്താ സംഭവിച്ചത്? ഓക്കെ, ഡോക്ടർ ആനി ജോൺ, ഇദ്ദേഹത്തിന്റെ പേര് ഗീവർഗീസ് മാർ കൂറിലോസ് ബിഷപ്പ്. ഇതിപ്പം കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നടന്നതാണ്. CBI ആണ്. എന്നിട്ട് അവരുടെ ആ ഇതില് വീഡിയോയില് ബാക്ക്ഗ്രൗണ്ടിൽ CBIയുടെ എംബ്ലം എല്ലാം ഉണ്ട്, ലോഗോ. CBI ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മണി ട്രാൻസാക്ഷനിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നടന്നിട്ടുണ്ട്, അത് മറ്റേ ഇതാണ്, PMLA ഇതാണ്, അത് വെച്ച് ഞങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്. അത് ഉണ്ണ ബിഷപ്പ് ആ കൂടി വരണ്ടു. ബിഷപ്പ് ഉണ്ണ പെട്ടെന്ന് കർത്താവെ എന്ന് വിളിച്ചപ്പോ കർത്താവ് പറഞ്ഞു ഒന്നുമില്ല, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല, പെട്ടെന്ന് വേറെ വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. കർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കർത്താവ് വരുന്നില്ല. ഉണ്ണ ബിഷപ്പ് ആ കൂടി വരണ്ടിട്ട് ഇനി എന്താണെന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ച കാശ് അങ്ങോട്ട് കൊടുത്തു. മറ്റേ അക്കൗണ്ട് നമ്പരും 1 ടൈം പാസ്വേഡ് എല്ലാം കൊടുത്ത് കാശ് പോയി കിട്ടി. അപ്പം ആരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ഡോക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ബിഷപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കടുവയെ, അതിന് വെർച്വൽ അറസ്റ്റ്, കടുവയെ കിടുവ പിടിച്ചെന്നുള്ള കഥ അതും കൂടെ കേട്ടോളൂ. കടുവയെ കിടുവ പിടിച്ചത്. Kerala cyber fraud specialist lawyer loses 1 crore in online scam. പോരെ, ഇങ്ങേര് ഈ ഫ്രോഡിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലോയറാണ്. എങ്ങനെയാണ് ഫ്രോഡിന്റെ ചെയ്യാന്നുള്ള ലോയർ. ശാസ്തമംഗലത്തെ അജിത് കുമാർ, പേരെല്ലാം ന്യൂസ് പേപ്പർ കിടപ്പുണ്ട്. ശാസ്തമംഗലത്തെ അജിത് കുമാർ ഫ്രോഡിന്റെ എല്ലാത്തിന്റെയും എക്സ്പെർട്ടാണ്. അങ്ങേരുടെ അടുത്ത് തന്നെ എന്താ പിടിച്ചോ, ഓൺലൈനിൽ കൂടെ അവര് മോഹിപ്പിച്ച് ഗ്രീഡ് ബട്ടൺ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേര് ഇൻവെസ്റ്റ് ചെയ്ത് എന്നേരം ആദ്യം ഒരു ചെറിയ എമൗണ്ട് അവർ ഇടയ്ക്കും. നിങ്ങൾ ഒരു 20,000 ഇടൂ, നോക്കൂ എന്തെങ്ങനെയാണെന്നൊക്കെയാ. അപ്പൊ 20,000 ഇട്ടിട്ട് ഒരു 5 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ 20,000 25,000 രൂപയായി. വിശ്വാസം 50,000 ഇടുന്ന 60,000 ആയി. 1,00,000 ഒരു 1.5 ആയി. അപ്പൊ വിശ്വാസം വന്നു കഴിഞ്ഞു. പിന്നെ എന്നാ പിടിച്ച നേരെ 10 ലക്ഷം ഈ ഗ്രീഡ് ആയിക്കഴിഞ്ഞില്ല. ദാറ്റ് ഈസ് ഹൗ ശാസ്തമംഗലത്തെ അജിത് കുമാർ ഫ്രോഡ് സ്പെഷ്യലിന്റെ ലോയർ കടുവയെ പിടിച്ചു. ശരിയല്ലേ? ശരിയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞേ. ഈ എക്സാമ്പിൾ ഇതെല്ലാം റിയൽ എക്സാമ്പിൾസ് ആണ്. ഞാൻ
ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ടോക്ക് കൊടുക്കാനായിട്ട് ഞാൻ എത്ര സമയം ചെലവാക്കിയെന്ന് മനസ്സിലാക്കണം. ഇത് എല്ലാ ഇതായിട്ട് റിസർച്ച് ചെയ്ത് ആതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ഒരു വർഷം റഫ്ലി എത്ര പേരാണ് ഇതേപോലുള്ള ഈ വെട്ടിപ്പിൽ തട്ടിപ്പിൽ വീഴുന്നവർ? ഒരു നമ്പർ പറഞ്ഞേ. അതിന് എത്ര കോടിയാണ് മൊത്തം നഷ്ടം വരുന്നത്? ഒരു നമ്പർ ഇട്ട് റഫായിട്ട് ചാറ്റില്. ഉദ്ദേശം എത്ര പേര് എത്ര കോടിയാണ് പോയി കിട്ടുന്നത്? ഇവിടെ വരുന്നില്ല. ആരും ചാറ്റ് ബോക്സിൽ ഒന്നും ഇട്ടിട്ടില്ല. എത്ര പേർ? 30%. പെർസെന്റ് അല്ലേ, നമ്പർ, എത്ര ആൾക്കാരെന്നുള്ളത്. ലതാജി, ആ നമ്പർ 100 പേരാണോ, 200 പേരാണോ, 500 പേരാണോ, 8000? ഓക്കെ, 2 കോടി. ഓക്കെ, ടെസി ജി. 100 കോടി, 1000 ആൾക്കാർ വേണോ നായർജി? 15,000 കോടി, 5%. ഇനി ഞാൻ നമ്പറിലോട്ട് പോവാം. സമയം നമുക്ക് കൂടുതൽ ചെലവാക്കുന്നതിന് സമയം ഇല്ലാത്ത കാരണം. Over 20,000 people in Kerala lost rupees 201 crore in online frauds 2023. അതിൽ അവസാനം വെറും 20% മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സൈബർ വിങ്ങിന്. ബാക്കി എല്ലാം പോയി കിട്ടി. 20,000 എന്ന് പറഞ്ഞ ചെറിയ നമ്പറാണോ? ആലോചിച്ച് നോക്കിയേ. അവർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് 20,000 അറിയുന്നത്. ഒരുപാട് പേര് മാനക്കേട്, ഷെയ്മല്ലേ എന്ന് പറഞ്ഞ് പറയത്തില്ല. 20,000 റിപ്പോർട്ടറാണ് വെച്ചാൽ അതിന്റെ ഒരു 10 ഇരട്ടി. ഒരു ബലാത്സംഗം ചെയ്തു, റേപ്പ് എന്ന് പറഞ്ഞൊരു പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെണ്ണെ പരാതിപ്പെട്ടുണ്ടോ, റേപ്പ് ചെയ്തിട്ടുള്ളൂ. ഒരു 100 പേര് റേപ്പ് ചെയ്താൽ അതിൽ ഒരാളായിരിക്കും അവസാനിച്ചെന്ന് പരാതി പറയുന്നത്. ശരിയാണോ ലതാജി? സോ അൺറിപ്പോർട്ടഡ് ആണ് ഒരുപാട്, അണ്ടർ റിപ്പോർട്ടഡ് ആണ്. അപ്പം പോലീസിന്റെ റെക്കോർഡിൽ ഇരിക്കുകയാണ് ഇത്രയും. പോലീസിന്റെ റെക്കോർഡിലാണ്, ഡാറ്റയിലാണ് ഇത്രയും ഇരിക്കുന്നത്. അപ്പം അൺറിപ്പോർട്ടഡ് ഇതിന്റെ ഒരു 10 ഇരട്ടിയാണ് പുറത്തോളം. അതിന്റെ കാരണം എന്താണ്? ഈ പത്രവായന ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. അതാണ് ബാക്ക് ടു ഞാൻ തുടക്കത്തിൽ തുടങ്ങിയവിടെയാണ്. ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹാബിറ്റാക്കി ഞാൻ ദിവസവും ഒരു 8-9 ന്യൂസ് പേപ്പർ ഓൺലൈനിൽ വായിക്കും. അത്രയും വായിക്കണ്ട. നിങ്ങൾ ഒന്നുമില്ലേലും ഒരു കുറച്ച് വിശ്വാസമുള്ള ഒരു ന്യൂസ് പേപ്പർ ആയിരിക്കണം. ഞാൻ പേര് പറയാതെ തന്നെ അറിയാം. ചില ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അത് വായിക്കുന്നതും ഒരു ചവർ ഒരു ഇത് വായിക്കുന്നത് രണ്ടും ഒന്നാണ്. ഇന്ന് ന്യൂസ് പേപ്പർ തന്നെ ഒരുപാട് ഇതാണ്, വ്യാജ ന്യൂസുകളൊക്കെയാണ്. എന്നാലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഒരു മലയാളം ന്യൂസ് പേപ്പറും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വായിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുക. അങ്ങനെ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രോഡിൽ വീഴത്തില്ല. ഇതൊന്നും ചെയ്യാത്തതായിരിക്കും ഈ പറഞ്ഞ ഈ ബിഷപ്പ് മുതൽ എല്ലാവരും. എത്ര CBI സൈബർ അറസ്റ്റിനെ കുറിച്ച് എത്ര നാളായിട്ട് ഇടയ്ക്ക് മറക്കി ന്യൂസ് പേപ്പർ വരുന്നറിയാമോ? ന്യൂസ് പേപ്പർ വരുന്ന കാര്യമാണ് ഇതൊക്കെ, പുതിയൊന്നല്ല. ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് CBI ചെയ്യുന്നുള്ളതൊക്കെ വായിക്കുന്നില്ല. ഓൺലൈൻ ലോട്ടറി തട്ടിപ്പും ന്യൂസ് പേപ്പർ വരുന്നുണ്ട്, വായിക്കുന്നില്ല. ഇതേപോലെ സ്ത്രീകളും എല്ലാം ആ സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. ഉള്ള കാശെല്ലാം പോയി കിട്ടും. നല്ലൊരു ശതമാനം ഡോക്ടർമാരും ഇങ്ങനെ പ്രാക്ടീസാണ്. രാവിലെ മുതൽ രാത്രി വരെ ഊണ് പോലും കഴിക്കായിരുന്നു, പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ആ ഡോക്ടർക്ക് നമ്മുടെ കൊച്ചുള്ളൂരിൽ അങ്ങേർക്ക് 3.5 കോടി പോയി കിട്ടി. 3.5 കോടി പോയി കിട്ടി പോരെ. ആ ഒരു 2 കൊല്ലം ഉണ്ടാക്കിയ കാശെല്ലാം ഒരു അരമണിക്കൂറിൽ പോയി കിട്ടി. എന്തുകൊണ്ടാണ്? ബിസി. നമുക്ക് പത്രം വായിക്കാൻ സമയമില്ല. നോ, ഇതിപ്പോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ 100% എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ 100% എന്ന് എഴുതണം അല്ലേ. അതിന് ഇത് മാത്രമല്ല, നാളെ മുതൽ നിങ്ങൾ തന്നെ ഈ വായനാശീലം ഇല്ലെന്നുണ്ടെങ്കിൽ വായനാശീലം ഉടനെ തന്നെ വീണ്ടും തുടങ്ങണം. 100% വേണം എന്നാണ്. യെസ്, ഇത് നിങ്ങളുടെ ഇതിനാണ്, സാമ്പത്തിക രക്ഷയ്ക്കും എല്ലാത്തിനും വേണ്ടിയാണ്. ഓക്കെ, TV ന്യൂസ് പോരാ.
TV ന്യൂസിൽ സാമ്പത്തികമായിട്ട് അവർക്ക് സമയമില്ല. അവർക്ക് രാഷ്ട്രീയ വാർത്തകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫൈൻ ഡീറ്റെയിൽസ്, ഈ സൈബർ അറസ്റ്റ് എങ്ങനെ വന്നു, ഇതൊക്കെ TV ന്യൂസിൽ ഒന്നും ഇട്ടുകൊണ്ടിരിക്കത്തില്ല. അവരുടെ ഒന്നെല്ലാം വയനാട് മറ്റേ വന്നു, എന്നാ അങ്ങേര് വന്നു സന്ദർശിക്കുന്നു, അങ്ങേര് ഇവിടെ പോയി, അത് പോയി, ഇതൊക്കെ അവർ കവർ ചെയ്യത്തുള്ളൂ. തട്ടിപ്പ്, വെട്ടിപ്പ്, പറ്റിപ്പ് വ്യവസായത്തെ കുറിച്ച് വലിയ കവറേജ് TV വരത്തില്ല. എന്തുകൊണ്ട്? ആ ഏലസ് വിൽക്കുന്ന അങ്ങേര് തന്നെ പരസ്യം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങേർക്കെതിരായിട്ട് അവരെല്ലാം എഴുതുന്നു. ആ നമ്മുടെ പറഞ്ഞ സോക്കാൾഡ് ഏലസ് വശീകരണ യന്ത്രം അങ്ങേര് ന്യൂസ് പേപ്പറിലെല്ലാം പരസ്യമുണ്ട്. ഓരോ മാസവും അങ്ങേരുടെ പരസ്യം തന്നെ എത്ര ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കിട്ടുന്നതാണ്. അപ്പൊ അവർ അങ്ങേരെ കുറിച്ചുള്ള ഏതെങ്കിലും വാർത്ത അങ്ങേര് പരിചയപ്പെടുത്തും, പബ്ലിഷ് ചെയ്യും. ലതാജി, യെസ് ഓർ നോ? നോ. അവർക്ക് ബിസിനസ് താല്പര്യമാണ്, പൊതുജനത്തിനെ സഹായിക്കാന്നുള്ളതല്ല. അതേപോലെ ചില ജുവലേഴ്സും അവരും പരസ്യങ്ങൾ ഇടുന്ന കാരണം അവരെ കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവർ പബ്ലിഷ് ചെയ്യത്തില്ല. അതോ പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ 4ാമത്തെ പേജിൽ ചരമകാലത്തിനിടയ്ക്ക് ഒരു ചെറിയതായിട്ട് എഴുതും കേട്ടോ, ആരും വായിക്കത്തില്ല, ഫ്രണ്ട് പേജ് വരത്തില്ല. ഡോണ്ട് ട്രസ്റ്റ്. If you don't read the newspaper, you are uninformed. If you read the newspaper, you are misinformed. അതാണ് പറഞ്ഞ വ്യാജ വാർത്തകൾ ന്യൂസ് പേപ്പറിലും വളരെ വളരെ കോമൺ ആണ്. ഇത് എത്ര 20th സെഞ്ചുറി ബിഗിനിങ്ങിൽ പറഞ്ഞാണ്, ഇന്നിപ്പം നമുക്ക് 21st സെഞ്ചുറിയാണ്. അതിന്റെ എത്ര ഇരട്ടി കൂടി നോക്കത്തോളണം. All news is lies and all propaganda is disguised as news. India ranks as highest risk for misinformation. University of Michigan experts can comment. They follow the Hitler line. No matter how big the lie, repeat it often enough and the masses will regard it as the truth. അതാണ് രാഷ്ട്രീയക്കാർ ആവർത്തിച്ച് ആ കള്ളത്തിനെ വീണ്ടും 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 പറയുമ്പോഴാണ് വോട്ടർമാരെ വിശ്വസിക്കുന്നത്. നിർത്തത്തില്ല, ആവർത്തിച്ച് പറയും. ദാറ്റ് ഇസ് വാട്ട് ഹിറ്റ്ലറുടെ അതേ സ്ട്രാറ്റജി. എന്റെ ടോക്സ് എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട്. ഈ വ്യാഴാഴ്ച വരുന്ന ടോക്കാണ് ടോക്സിക് ഹാബിറ്റ്സ്. അത് കഴിഞ്ഞാൽ ടോക്സിക് തോട്ട്സ്. എന്റെ ലിങ്ക് അതാണ്. എല്ലാവർക്കും I thank you all for actively participating. Any questions or any comments? I think that it was informative, educational and entertaining. അങ്ങനെയാണെന്നെങ്കിൽ IEE chat box ലിട്ടെ. Was it informative, educational and entertaining? Thank you GBG. അത് മലയാളത്തിൽ പറയാൻ പറ്റിയ കാരണം കൂടുതലായിട്ട് നിങ്ങളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷ് ആണെങ്കിൽ അത്രയും ശരിയാകത്തില്ല. ഓക്കെ, താങ്ക് യു ജി. റൈറ്റ്. നമുക്ക് സാറിന്റെ ക്ലാസ്സിന് ഒരു അഭിപ്രായം പറയുന്നതിന് അമേരിക്കയിൽ നിന്ന് തന്നെ ഒരു റവറൻ സുരേഷ് കുമാർ നെൽസൺ അച്ഛൻ ഈ സൂമിൽ പങ്കെടുക്കുന്നുണ്ട്. സാറിന്റെ ഈ ക്ലാസ്സിന് ഒരു അഭിപ്രായം പറയണം. എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ടാണ് അദ്ദേഹത്തിനെ. അദ്ദേഹമായിട്ട് 2 തവണ ഫോണിൽ കൂടെ സംസാരിക്കുകയും ചെയ്തു. ചാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് കുമാർ അച്ഛന് 2 വാക്ക് സംസാരിക്കാമോ ക്ലാസ്സിനെ കുറിച്ച്? ഞാൻ നേരത്തെ ഡോക്ടറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് a few minutes before we got in close friendship. So വേറെ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തു. ഇത് നല്ല ടോക്കാണ്. ഒത്തിരി വീഡിയോസ് ഡോക്ടറുടെ തന്നെ അത് യൂട്യൂബിലുണ്ട്. എല്ലാം പ്രാക്ടിക്കൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ശരിക്കും എല്ലാ പ്രസൻറ്റേഷന് മുമ്പേ അത് ഓരോന്നിൻ്റെയും പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കൺഫേം ആക്കിയാണ് ഡോക്ടർ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസിൽ നിന്നും സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ഫീഡ്ബാക്ക് എടുത്തും നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ആ രീതിയിലാണ് ഡോക്ടർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
അച്ഛന് ഈ ഒരു സൂമിൽ പങ്കെടുത്തതെന്നറിയുന്നതിൽ ഏതായാലും വളരെ ഒരു നല്ല ക്ലാസ് ആണ്. ശരിക്കും നല്ല ഒരു സദ്യയാണ് നമുക്ക് വിളമ്പി തന്നത്. ഇത് സാറിന് നന്ദി പറയുന്നതിനായിട്ട് ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. അച്ഛനെന്നെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇപ്പൊ 2 തവണ ഇതിൽ കൂടെ തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ലതാ മനോഹരൻ ഡോക്ടർ ആൻഡ്രീസി. She has to unmute ചെയ്യണം അവര്. ചെയ്യാൻ പോവാണ്. പറഞ്ഞു. താങ്ക് യു ഡോക്ടർ മറിയാമ്മ. പിന്നെ വേണുഗോപാൽ ഡോക്ടർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സന്തോഷവും പറഞ്ഞറിയിക്കാൻ മേലാത്ത നന്ദി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ ലോകത്തിന് വേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അറിയുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ഒരു ന്യൂസ് അത് വായിക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുകയാണ്, നമ്മളും അതുപോലെ ആയി പോകും, പറ്റിക്കപ്പെടും എന്നുള്ളൊരു ഭീതി. അപ്പം ഡോക്ടറുടെ ക്ലാസ്സിനകത്ത് ഫിയർ ഒരു കാരണം, ഗ്രീഡ് ഒരു കാരണം, പിന്നെ ഹേറ്റ് ഒരു കാരണം, അങ്ങനെ ഓരോന്നും അതിന്റെ ഏതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാകാനുള്ള കാരണം, മിസ്ലീഡ് ചെയ്യപ്പെടുന്നത്, മിസ്ഇൻഫർമേഷൻ ആകുന്നത്, അത് വളരെ നല്ല ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് ഇതുപോലെയുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. IFEHന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. ഇദ്ദേഹം ഡോക്ടർ ടെനിക്ക് ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. പ്ലീസ് ലെറ്റ് ഹിം ഓൾസോ ഷെയർ ഹിസ് കമന്റ്സ് ഓർ ഹിസ് തോട്ട്സ്. ഓക്കെ, ടെനി അൺമ്യൂട്ട് ചെയ്തോളൂ. ടെനി ഫ്രം എറണാകുളത്താണ് ജോയിൻ ചെയ്യുന്നത്. ഈസ് എ ഡെന്റിസ്റ്റ്. സാറേ, നമ്മൾ ഈ വാട്സാപ്പിൽ വരുന്ന ന്യൂസിൽ ഒരു 75% ന്യൂസുകളും പലപ്പോഴും ഫേക്ക് ആയിട്ടാ തോന്നിയേക്കണേ. അപ്പൊ ഞാൻ തന്നെ, നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ ഫേക്ക് ആയിട്ട് വരുമ്പോൾ ഞാൻ കുറെ എണ്ണമൊക്കെ തിരിച്ചത് ഫാക്ട് ചെക്ക് ചെയ്ത് തിരിച്ച് അയച്ചു കൊടുക്കാൻ നോക്കും. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്കത് അതിന്റെ നമ്പർ ഇസ് സോ ഹ്യൂജ്. പക്ഷെ ആളുകൾ അത് ഒരു 75% ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല. അത് പീപ്പിൾ ആർ ബിലീവിങ് ഇറ്റ് ഈസ് റിയൽ. എസ്പെഷ്യലി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഇതൊക്കെ ഒത്തിരി വരുന്നുണ്ട്. വാട്സാപ്പ് ന്യൂസസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് വിശ്വസിക്കാൻ. ഇപ്പോഴൊക്കെ ഡീപ്പ് ഫേക്ക് വീഡിയോയില് ജനഗണമന മഹാത്മാഗാന്ധി പാടുന്നതായിട്ട് തന്നെ ഉണ്ട്, ചുണ്ട് അനക്കിക്കൊണ്ട്. അടുത്തത് നെഹ്റു പാടുന്നു. പോരെ, കണ്ടു കഴിഞ്ഞാല് റിയൽ ആണ് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് ഡീപ്പ് ഫേക്ക് വീഡിയോ ഉള്ള സ്ഥിതിക്ക് സൂക്ഷിക്കണം. വെരി വെരി ഡിഫിക്കൽട്ട്. നന്ദി സാറേ, എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് തന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പത്രവായന തുടങ്ങണമെന്നുള്ള സാറിന്റെ ആഹ്വാനവും നമുക്ക് നാളെ മുതൽ പാലിച്ചു തുടങ്ങാം. എന്തായാലും പിള്ളേർക്കും പിള്ളേരെയും പത്രം വായന ശീലം തുടങ്ങണം. അവരിപ്പോ ഇല്ല, ശീലമേ ഇല്ല പിള്ളേർക്ക്. അപ്പൊ അങ്ങനെ നല്ലൊരു വിഷയത്തിൽ ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ വേണുഗോപാൽ റെഡ്ഡി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഇതിലെ അഭിപ്രായം പറഞ്ഞ റവറൻഡ് സുരേഷ് കുമാർ നെൽസൺ അച്ഛനും ഡോക്ടർ ടെനിക്കും വളരെയധികം നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങളുടെ ഈ സൂമിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1449 ഈ പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് ഇന്ന് നമുക്ക് നടത്തുവാൻ സാധിച്ചു. ഇന്ന് ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.